ഒരു കഥയും അതതു ദേശത്തിനു വേണ്ടിയോ അതതു കാലത്തിനു വേണ്ടിയോ ഉള്ളതല്ല. അത് ദേശങ്ങളെ, കാലങ്ങളെ, മനുഷ്യരെ മറികടന്ന് നിലകൊള്ളേണ്ട ഒരു പ്രാപഞ്ചിക സത്യമാകേണ്ടതുണ്ട്. വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ഗീതാഹിരണ്യൻ അവാർഡ്, ഇങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തിയ, അതിനേക്കാൾ ലക്ഷക്കണക്കിന് വായനക്കാരുടെ മനസ്സിനെ പിടിച്ചിരുത്തിയ ശ്രീമതി KR മീരയാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ സായാഹ്നത്തിൽ കുറച്ച് കാര്യങ്ങളും കുറച്ച് വർത്തമാനങ്ങളും കുറച്ച് പ്രകോപനപരമായ ചിന്തകളും ഒക്കെയായി കൂടെ ഇരിക്കുന്നത്. ഈ ഒരു സായാഹ്നം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നതിന് ഷാർജ ഗവൺമെൻറ്റിനോടും ഷാർജ ബുക്ക് അതോറിറ്റിയോടും ഷാർജ അന്താരാഷ്ട്ര പുസ്തക മേളയുടെ സംഘാടകരോടും ഈ പരിപാടിയുടെ സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ സംവാദത്തിൻ്റെ തുടക്കം കുറിക്കുവാനായി ശ്രീമതി KR മീരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ഈ സംവാദത്തിലേക്ക് കടക്കും മുമ്പ്, അല്ലെങ്കിൽ തികച്ചും ഒരു ഇൻഫോർമലായ, അനൗപചാരികമായ ഒരു സംവാദമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മോഡറേറ്റർ എന്നതിലുപരി ഒരു വായനക്കാരി എന്ന നിലയിൽ KR മീരയുടെ കഥകളെ അല്ലെങ്കിൽ നോവലുകളെ എക്കാലവും വളരെ ഔത്സുക്യത്തോടു കൂടി നോക്കിക്കണ്ട ഒരു വായനക്കാരി എന്ന നിലയിൽ സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന സദസ്യരുടെ ചോദ്യങ്ങളെയും അല്ലെങ്കിൽ സദസ്യരുടെ സംഭാഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ഒരു സംവാദത്തിലേക്ക് കടക്കും മുമ്പ് എനിക്ക് ശ്രീമതി KR മീരയോട് പറയാനുള്ളത്, ഇവിടെ ഈ ഒരു വൈകുന്നേരം എല്ലാ ട്രാഫിക്കിനെയും ഇവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന് എത്തിച്ചേർന്ന നമ്മുടെ സദസ്യർക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് ഇങ്ങനെ പുസ്തകങ്ങൾക്ക് വേണ്ടി, വായനയ്ക്ക് വേണ്ടി ഒരു വലിയ സദസ്സ് ഒരുക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും ഒരുപാട് വായനക്കാർ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഷാർജയിൽ വരാത്തത്, എന്താ ഷാർജയിൽ വരാത്തത്. അപ്പോൾ അവരെ നേരിൽ കാണാനുള്ളൊരാഗ്രഹത്തോടെയാണ് വന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത്തവണ ഒരു പുതിയ പുസ്തകം എഴുതി തീർത്തതിൻ്റെ സന്തോഷത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ഒക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു പുതിയ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കലാച്ചി, ഞാൻ പല പോസ്റ്റുകളിലൂടെയും കണ്ടത് ഒരു യക്ഷിക്കഥയാണ് എന്നൊരു ചെറിയൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് എഴുതാൻ കുറേ കാലം എടുത്തു എന്നും ഒരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ, കലാച്ചിയെക്കുറിച്ച്? യക്ഷിക്കഥ എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കാൻ കാരണം, ആദ്യം വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യം എഴുത്ത് പുനരാരംഭിച്ചപ്പോൾ എനിക്ക് തലയിലൊരു ആണി വലിച്ചൂരിയ അനുഭവമാണ് ഉണ്ടായത്. പെട്ടെന്ന് ഞാൻ മാനസികമായി ലിബറേറ്റഡ് ആയതുപോലെ, വിമോചിക്കപ്പെട്ടതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതെനിക്ക് തോന്നി, തലയിൽ തറച്ച ആണി ഞാൻ തന്നെ ആണിയിൽ ആവാഹിച്ച് തലയിൽ തറച്ച ഒരുവളെ വിട്ടയക്കുന്നത് പോലെയായിരുന്നു, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെടുന്നത് പോലെയായിരുന്നു. ആ യക്ഷി എന്നുള്ള ഒരു പ്രതീകം അന്ന് മുതൽ ഈ കഥയുമായി ബന്ധപ്പെട്ട്, കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട്, എഴുത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു യക്ഷിക്കഥയാവുന്നത് വാസ്തവത്തിൽ അത് യക്ഷിക്കഥയായതുകൊണ്ടല്ല, മറിച്ച് ഒരു യക്ഷി എഴുതിയത് കൊണ്ടോ, അഥവാ ഫെയറി ടെയിൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മായികമായ ഒരു സർറിയലിസ്റ്റ് ഒരു അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ഒരു കഥയായതുകൊണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ യക്ഷിക്കഥ ആധുനിക ജീവിതത്തിൻ്റെ യക്ഷിക്കഥയാണ്. കാലാകാലങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില കഥകൾ ആവർത്തിക്കുന്നു എന്നതിൻ്റെ, അതൊരു സമൂഹമായി നമ്മളെ പരുവപ്പെടുത്താൻ ആ കഥകൾ ഉപയോഗിക്കപ്പെട്ടു എന്ന് ഓർമ്മിക്കാനുള്ള അത് എന്നെ തന്നെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതിൻ്റെ എഴുത്ത്. കലാച്ചി എന്ന് പറയുന്ന പുസ്തകം ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ഇത്രയേറെ സമയമെടുത്തിട്ടില്ല ഒരു പുസ്തകം എഴുതി തീർക്കാൻ. അത്രയേറെ അതിൽ മുഴുകിപ്പോയ ഒരു പുസ്തകമാണ്.
ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നു, ധാരാളം പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു, ചരിത്രത്തിലൂടെ എന്താണ് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കുമൊക്കെ നടക്കേണ്ടി വന്നു. എഴുത്തൊരു വലിയ അനുഭവമായിരുന്നു. എഴുത്തായിരുന്നു അതിൻ്റെ വലിയ അനുഭവമെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കലാച്ചി എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് കസഖ്സ്ഥാനിലെ ഒരു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യക്ഷിക്കഥ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ യക്ഷി എഴുതിയ കഥയാണോ അതോ യക്ഷിയുടെ കഥയാണോ എന്ന് കലാച്ചിയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വായനക്കാർക്ക് അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം DC ബുക്സിൽ ലഭ്യമാണ്. യക്ഷിക്കഥയുടെ അവസാനം ഒരു ഫെയറി ടെയിൽ എന്നൊരു വാചകം കടമെടുത്തുകൊണ്ട് പറയുകയാണ്, വൺ ഡേ വി വിൽ ബി ഓൾഡ് ഇനഫ് ടു റീഡ് ദ ഫെയറി ടെയിൽസ് എന്ന് C.S. ലൂയിസ് പറഞ്ഞ വാചകം ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ആരാച്ചാർ, അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല്, ആരാച്ചാറിലേക്ക് കടക്കുകയാണ്. 2012 ആണ് DC ബുക്സ് ആരാച്ചാർ പുറത്തിറക്കിയത്. ഇതിപ്പോൾ ആരാച്ചാറുടെ 13ാമത്തെ വർഷമാണ്. KR മീര എന്ന എഴുത്തുകാരി, KR മീരയുടെ എന്ന എഴുത്തുകാരിയുടെ ജീവിതം ആരാച്ചാറിന് മുൻപും പിൻപും എന്ന് പകുത്തുവച്ചാൽ അതെങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഈ കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും അനുഭവിപ്പിച്ച ഒരു പുസ്തകം ആരാച്ചാറാണ്. പല രീതിയിലും ആരാച്ചാർ എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായും എഴുത്തുകാരി എന്ന നിലയിലും, അതിനെ പാഷൻ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എഴുത്തുകാരി എന്ന നിലയിലും ജീവിതത്തെ രണ്ടായി പിളർന്ന ഒരു പുസ്തകമാണ്. അതിന് മുമ്പുള്ള ഞാനേ ആയിരുന്നിട്ടില്ല ആരാച്ചാർ എന്ന പുസ്തകത്തിന് ശേഷമുള്ള എൻ്റെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമോ. ഒന്നാമത്, എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയ പുസ്തകമാണ്. ഒരുപാട് അംഗീകാരങ്ങൾ പുറത്തുനിന്ന് കിട്ടിയ പുസ്തകമാണ്. അത് കേരളത്തിന് പുറത്തും ധാരാളം വായിക്കപ്പെട്ടതാണ്. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ അതുവരെ ആരും എഴുതാത്ത ഒരു പുസ്തകം എഴുതണമെന്നുള്ള ഒരു വാശിയുടെ പേരിൽ എഴുതിയ പുസ്തകം ആ വിധത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ സത്യമാണ്. പിന്നെ എഴുതാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവുക, യാത്ര ചെയ്യുക, അതിന് കുടുംബത്തിൻ്റെ സഹകരണം ഉണ്ടാവുക, അപ്പം ഞാൻ എഴുത്തുകാരിയായി അംഗീകരിക്കപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു. അതൊരു വലിയ സന്തോഷവും പ്രോത്സാഹനവും ഒക്കെ തന്ന സംഗതിയാണ്. നമ്മൾ ധൈര്യത്തോടെ ഓക്കെ ഞാൻ എഴുത്തുകാരിയായി, ഞാൻ എഴുത്ത് എന്ന് പറയുന്ന ഒരു വലിയ സർഗാത്മകതയുടെ ഒരു വലിയ ലോകത്തേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ അനുഭവപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ അതൊരു വലിയ പുസ്തകമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാലം ഇതിലെ കഥാപാത്രങ്ങളെയും ആ കഥയുടെ കുരുക്കുകളെയും അതിൻ്റെ ഇഴകളെയും ഒക്കെ മനസ്സിൽ പേറി നടന്നു എന്നുള്ളത് കൊണ്ട് ആ ശ്വാസം മുട്ടലിലൂടെ, സത്യത്തിൽ ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം ഒരു കുടുക്കാണെന്നും അതിൻ്റെ കഥ ഒരു കുടുക്കാണെന്നും എൻ്റെ തന്നെ കഴുത്തിലാണെന്നുമുള്ള ഒരു അനുഭവമായിരുന്നു എഴുതുമ്പോൾ ഉടനീളം ഉണ്ടായിരുന്നത്. അന്ന് ആ ഒരു ശ്വാസം മുട്ടി പിടയലാണ് വാസ്തവത്തിൽ എഴുത്തെന്നും ആ പിടച്ചിലിൽ നമ്മൾ കാണുന്ന വല്ലാത്ത ദൃശ്യങ്ങൾ അതുവരെ ഇല്ലാത്ത ഉൾക്കാഴ്ചയാണ് നമുക്ക് തരുന്നതെന്നും ബോധ്യപ്പെടുത്തിയ ഒരു പുസ്തകമായിരുന്നു. അതാണ് ആരാച്ചാർ എന്ന പുസ്തകം. അതിൻ്റെ മുമ്പുള്ള മീരയെ അല്ല ഇപ്പോൾ. വിഷാദ രോഗം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ആ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ അത് വല്ലാത്തൊരു നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ നന്നായി എന്ന് തോന്നുന്നു. അത് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ദുഷ്ടും വയലൻസും ഒക്കെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അതായത് സ്ഥിരതയുള്ളൊരു വരുമാനം, പത്രപ്രവർത്തനം, എല്ലാ മാസവും അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്ന ശമ്പളം, ഇതൊക്കെ മാറ്റി വച്ചിട്ട് മുഴുവൻ സമയ എഴുത്തുകാരിയായി ഒരു അനിശ്ചിതത്വത്തിലേക്ക് കടക്കുകയാണ് ശരിക്കും. കാരണം എങ്ങനെയാണ് എഴുത്തുകൾ സ്വീകരിക്കപ്പെടുക എന്നുള്ള ഒരു സംശയമുണ്ടാകാം. ആരാച്ചാറിൻ്റെ ആ സമയത്തിറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതോർക്കുന്നു, കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് കൊൽക്കത്തയിലേക്ക് വിമാനം കയറിയത്. പക്ഷെ അതിനു മുൻപ് പോയി കണ്ട കൊൽക്കത്ത ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നിട്ടും ഇഷ്ടമല്ലാത്ത കൊൽക്കത്തയിലേക്ക് തന്നെ എന്തുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ പോയി? കൊൽക്കത്ത എന്ന് വെച്ചാൽ ആദ്യം കാണുമ്പോൾ ആകാതിരുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൊൽക്കത്ത യഥാർത്ഥത്തിലുള്ളൊരു കൊൽക്കത്തയുമായി
ഒട്ടും പൊരുത്തപ്പെടാതെ പോയതുകൊണ്ടാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വലിയ സാങ്കല്പികമായ ഒരു ഡ്രീം ലാൻഡായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്വപ്ന ലോകം. കാരണം നമ്മൾ അതുവരെ ഒരുപാട് പരിഭാഷകളിലൂടെ വായിച്ചറിഞ്ഞ മധുര മനോജ്ഞമായ കൊൽക്കത്തയെ പറ്റിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അത്രയും. പക്ഷേ അവിടെ ചെന്നപ്പോൾ കാണുന്നത് മുഴുവൻ അഴുക്കും വൃത്തികേടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ രണ്ടാമത് ഞാൻ പോകുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം കൊൽക്കത്തയായിരിക്കണം, കൊൽക്കത്ത നഗരം ഒരു കഥാപാത്രമാകണം. അതിൽ ദിലീപ്, എൻ്റെ ഹസ്ബൻഡ് ദിലീപാണ് ശരിക്കും ആ പുസ്തകം വായിച്ചതിൽ കൊൽക്കത്തയില്ല, നമുക്ക് കൊൽക്കത്തയിൽ പോകണമെന്ന് പറഞ്ഞത്. പക്ഷേ കൊൽക്കത്ത കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് അത്രയും വലിയ കഥാപാത്രമായിട്ടത് വളരുമായിരുന്നില്ല. ഒന്ന്. രണ്ട്, അതെൻ്റെ കഥയ്ക്ക് ഞാൻ പറയാൻ ശ്രമിച്ച ലോകത്തൊരിടത്തും ജനിച്ചിട്ടില്ലാതിരുന്ന പ്രവർത്തിച്ചിട്ടില്ലാതിരുന്ന ഒരു സ്ത്രീയായ ആരാച്ചാർ എന്ന ഒരു കഥയ്ക്ക്, ചേതന എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിന് വലിയൊരു വിശ്വാസ്യത നൽകാൻ യാത്ര എന്നെ സഹായിച്ചു, കൊൽക്കത്ത പശ്ചാത്തലമാക്കിയത് കൊണ്ട് സഹായിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത് എഴുത്തിൻ്റെ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി എഴുത്തുകാർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകണം എന്ന് തന്നെയാണ്. അത് എഴുത്തുകാർ തീരുമാനിക്കേണ്ട സംഗതിയാണ്. പക്ഷെ എനിക്ക് എഴുത്തിന് വേണ്ടി ഇങ്ങനെ ഉരുകി ജീവിക്കാൻ ഇഷ്ടമായ ഒരാളാണ്. എഴുതുന്ന ഒരു പശ്ചാത്തലം സ്വീകരിക്കുമ്പോൾ എനിക്കവിടെ പോകുന്നത് ഇഷ്ടമാണ്. പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരിട്ടറിയാവുന്ന, നമ്മൾ നേരിട്ടറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഊഹിച്ചെഴുതുന്ന സംഗതികൾ വായനക്കാർ പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ വായനക്കാരിൽ പലരും എഴുത്തുകാരേക്കാൾ ആ പ്രദേശവുമായിട്ടും ആ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധമുള്ളവരും അനുഭവമുള്ളവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ബുദ്ധിശക്തിയെ നമ്മൾ ഒരിക്കലും വെല്ലുവിളിച്ചുകൂടാ, അവരെ ചോദ്യം ചെയ്തുകൂടാ. ആ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മളവിടെ ജനിച്ചതല്ലെങ്കിൽ പോലും ജനിച്ചതാണെന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ബാധ്യസ്ഥതയുണ്ട്. അടുത്തൊരു വരി ആരാച്ചാരിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വരിയാണ്. ചരിത്രമാണ് ഏറ്റവും ഭീകരമായ ആയുധം, ഓർക്കാപ്പുറത്ത് അതിൻ്റെ മുന കൊള്ളുമ്പോൾ മനുഷ്യരുടെ സപ്തനാഡികളും നിലയ്ക്കുന്നു. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഏറ്റവും അധികം മുറിവേറ്റിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ കഥ ജാതിയുടെ കൂടെ കഥയാണ് എന്നെപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കുന്നു. ശരിക്കും ആരാച്ചാർ എന്നൊരു തൊഴിൽ ജാതി ശ്രേണിയുടെ ഏറ്റവും അടിയിലെ തട്ടിൽ നിൽക്കുന്ന ഒരു തൊഴിൽ. ജാതി ശ്രേണിയുടെ അല്ല, അത് നമ്മുടെ സാമൂഹികമായ ശ്രേണിയുടെ, പൊളിറ്റിക്കൽ പവർ എന്ന അധികാര ശ്രേണിയുടെ ഏറ്റവും അടിയിലത്തെ തട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീയെ കയറ്റി നിർത്താനുള്ള ധൈര്യം എങ്ങനെയാണ് വന്നത്? കാരണം പലപ്പോഴും ഇപ്പോഴും പല തസ്തികകളിലേക്കും സ്ത്രീകൾ അപേക്ഷിക്കാൻ അർഹരല്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിൽ. ഒരുപാട് തസ്തികകളിലേക്ക് ഇല്ലയെന്ന് തോന്നുന്നു, കുറച്ച് തസ്തികകളിലേക്കേ ഉള്ളൂ. പക്ഷേ ആരാച്ചാർ എന്ന തസ്തികയിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഥ പറയണമെങ്കിൽ എനിക്ക് മറ്റാരും ചെയ്തിട്ടില്ലാത്തൊരു തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീയെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ചേതനയ്ക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ടായിരുന്നു. ആ തൊഴിൽ ഒരു പത്രപ്രവർത്തകയുടേതാകാം എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്, കാരണം ഞാൻ പത്രപ്രവർത്തകയായിരുന്നതുകൊണ്ട്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അത് പോരാ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കൊൽക്കത്തയിൽ നടന്ന ആ തൂക്കിക്കൊലയെപ്പറ്റി എഴുതാനുള്ള ഒരാഗ്രഹം ഒരു വ്യത്യസ്ത ത്രെഡായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാലം കൂടി ആയതുകൊണ്ടായിരിക്കും ഏതോ ഒരു നിമിഷം ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് എന്നാൽ പിന്നെ ചേതന ആരാച്ചാരായാലോ എന്നൊരു തോന്നലുണ്ടായപ്പോഴാണത് സംഭവിച്ചത്. എനിക്ക് എന്താണ് ആ തൂക്കിക്കൊലയുടെ ഒരു പാഠം മുഴുവൻ പഠിച്ചെടുത്തിട്ട് ആ ഒരു ശ്രേണിയിലേക്ക് സ്ത്രീ, ആ ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിലെ അടിയിലെ പടിയിലേക്കൊരു സ്ത്രീ കയറി നിൽക്കുമ്പോഴുണ്ടാകാവുന്ന വലിയ ക്ഷോഭങ്ങളെപ്പറ്റി, സമൂഹം അനുഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ വലിയ രസം തോന്നി. കാരണം നമ്മുടെ ലോകം ഒരിക്കലും അതിന് തയ്യാറായിട്ടേ ഇല്ല എന്നുള്ളതാണ്, അതിനൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സന്തോഷം തോന്നിയത്. അതുപോലെ തന്നെ പലപ്പോഴും എഴുത്തുകാർ പ്രവാചകരാകുന്നൊരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അവർക്ക് കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങൾ കാലങ്ങൾക്ക് മുന്നേ പ്രവചിക്കുവാനുള്ള അല്ലെങ്കിൽ വരികളിലൂടെ പറയുവാനുള്ളൊരു കഴിവുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. KR മീരയുടെ ഒരു പ്രത്യേകത പല കൃതികളിലും തോന്നിയിട്ടുള്ളത്, ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സിസ്റ്റത്തിനെതിരെ കലഹിക്കുന്ന ഒരു എഴുത്ത് പലപ്പോഴും കാണാറുണ്ട്. കാരണം നമ്മൾ
കാര്യങ്ങൾ ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു എലിമെൻറ്റ് കഥകളിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും പല കഥകളിലായി ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കണ്ടേ? വേണം, തീർച്ചയായും വേണം. അപ്പോൾ ശരിക്കും KR മീര എന്ന വ്യക്തിയുടെ ആ ഒരു എലമെൻറ്റ് എല്ലാ കഥാപാത്രങ്ങളിലും ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കഥകളും ഒന്നിൽ നിന്നും വ്യത്യസ്തമാണ്. ശരിക്കും ഒരു ജഡ്ജ്മെൻ്റൽ അപ്രോച്ചോട് കൂടി KR മീരയുടെ കഥകളെ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നോവലിനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇത് അവസാനിക്കുക എന്ന് വിചാരിച്ചാൽ അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും ഇത് അവസാനിക്കുക. എങ്ങനെയാണ് എഴുത്തിൽ ഇത്രമാത്രം വ്യത്യസ്തത, അതും സ്ത്രീകളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിലനിർത്തുന്നത്? ചോദ്യം അത് സ്ത്രീകളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അത് ഞാൻ വല്ലാതെ തന്നെ സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സംഗതി. അതാണ് കഥയിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആ സ്ത്രീ എക്സ്ക്ലൂഡഡ് ആയ ഒരു ലോകത്ത് ജീവിച്ച് വളർന്ന് അത് അത്തരം ഒരു വ്യവസ്ഥ പിന്നെയും പിന്നെയും ശക്തിപ്പെടുന്ന ഒരു കാലത്തും ലോകത്തും അതാണ് എൻ്റെ മിഷൻ എന്നെനിക്ക്, എൻ്റെ ദൗത്യം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഒരു സംഗതി, ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതിൽ എനിക്കതൊരു അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. കാരണം പ്രവചിക്കാൻ കഴിയുന്ന സ്ത്രീകളെ മാത്രമേ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലും സാഹിത്യത്തിലും കഥകളിലുമെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളും വളരെ എളുപ്പം പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നു. അവരെപ്പോഴും നായകൻ്റെ ഭാര്യയായോ അമ്മയായോ സഹോദരിയായോ ഒക്കെ അവസാനിച്ച് പോകുന്നവരാണ്. അതല്ലാത്ത സ്ത്രീകളുടെ കഥ പറയണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവചിക്കാൻ കഴിയാത്ത സ്ത്രീകളെ ഞാൻ തേടിപ്പിടിച്ചതും അവരുടെ കഥ പറയാൻ ശ്രമിച്ചതും. എല്ലാ സ്ത്രീകളുടെയും കഥ അങ്ങനെയാണ് എന്നുള്ളതാണ് വാസ്തവം. സ്ത്രീകളുടെ കയ്യിലാണ്, സ്ത്രീകളുടെ ജീവിതങ്ങളാണ് യഥാർത്ഥ കഥകൾ. നേരത്തെ പറഞ്ഞ കൽക്കത്ത യാത്ര, അതിനുശേഷം എനിക്ക് തോന്നുന്നു DC ബുക്സ് ഒരു മത്സരം നടത്തിയിരുന്നു, കുറച്ച് വായനക്കാർ. ആ യാത്ര എങ്ങനെയായിരുന്നു? ആ യാത്ര നടന്നോ? അതെങ്ങനെയായിരുന്നു? ആ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നയാത്രയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എഴുത്തുകാർക്ക് ആ ഭാഗ്യം കിട്ടും? സ്വന്തം വായനക്കാരുമായി ആ കഥാപാത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക, അവരുടെ ആ വഴി, അവരുടെ അനുഭവങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കൽക്കത്ത ഒരുപാട് മാറി, അത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഒട്ടും മാറിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോ സ്ഥലവും ചേതന ജീവിച്ചതായി ഞാൻ സങ്കല്പിച്ച ഒരു ഇടവും അതിൻ്റെ പരിസരവും അന്നത്തെ ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാൻ ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. ചെറിയ വായനക്കാരോടൊപ്പം ഉള്ളൊരു യാത്ര എന്ന് പറയുന്നതും ആ യുവാക്കളായ എൻ്റെ എൻ്റെ മകളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളോടൊക്കെയുള്ള ഒപ്പമൊക്കെയുള്ള യാത്ര എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ രസകരമായൊരു യാത്രയായിരുന്നു. എനിക്കൊരു ഓർമ്മയുണ്ട്, നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇടയിൽ ഞാൻ ചോദിച്ചിരുന്നു എഴുത്തിലൂടെയുള്ള വുമൺ എംപവർമെൻറ്റ് എത്രമാത്രം സാധ്യമാണ് എന്ന്. അപ്പോൾ അതിന് മറുപടി വന്നത്, അങ്ങനെയുള്ള ആളുകൾ തേടിപ്പിടിച്ച് വായിക്കുക. അങ്ങനെയല്ല, ഒരു സ്ത്രീ എംപവേർഡ് ആവണമെങ്കിൽ ആ സ്ത്രീ തന്നെ വിചാരിക്കണം. എംപവേർഡ് ആകണമെന്ന് ഒരു സ്ത്രീക്ക് ആഗ്രഹമില്ലാതെ അവളെ എംപവേർഡ് ആക്കാൻ ഒരെഴുത്തിനും ഒരു ക്ലാസ്സിനും ഒരു തരം മൂവ്മെൻറ്റിനും സാധ്യമല്ല. പക്ഷേ എംപവേർഡ് ആവണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ത്രീയെ ആർക്കും തടയാനും പറ്റില്ല. അതെങ്ങനെ വേണമെന്നുള്ളത് അവൾ തന്നെ കണ്ടെത്തും. അതാണ് അതിൻ്റെ വഴി. അപ്പോൾ എംപവേർഡ് ആകണമെന്ന് തീരുമാനിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രായവും അനുഭവ പരിസരവും ഒക്കെ ഉണ്ട്. അത് പിന്നെ തടയാൻ പറ്റില്ല, അത് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ഒരു വരിയിലാണ് അന്നപൂർണയെ ഓർമ്മ വരുന്നത്. അന്നപൂർണ സ്വയം മന്ദഹസിക്കാൻ പഠിച്ച ഒരു സ്ത്രീയാണ്. അന്നപൂർണയെ ആരാച്ചാരിൽ ഉൾപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരുന്നു ശരിക്കും അന്നപൂർണ? ഒരു സ്ത്രീ അവളുടെ കാരണം വെളിപ്പെടുത്താതെ തന്നോട് തന്നെ മന്ദഹസിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ മനുഷ്യരെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന,
ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു സംഗതിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ത്രീ ഒരു കാരണവും ഇല്ലാതെ ഓരോന്നാലോചിച്ച് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉടനെ വളരെ ജിജ്ഞാസ തോന്നും അല്ലേ? എന്തിനാണ് ഇവരിങ്ങനെ ചിരിക്കുന്നത്? എന്തായിരിക്കും ഇവർ ചിന്തിച്ചതിൻ്റെ കാരണം സ്ത്രീയെ സംബന്ധിച്ച് രഹസ്യങ്ങൾ പാടില്ല എന്നാണ് സമൂഹം വിചാരിക്കുന്നത്. ഒരു സ്ത്രീ അവളുടെ ഹൃദയം മുഴുവൻ, ജീവിതം മുഴുവൻ, അവളുടെ ചിന്തകൾ മുഴുവൻ, അവളുടെ ധാരണകൾ മുഴുവൻ തുറന്നു വയ്ക്കേണ്ടതുണ്ട്. അത് കുടുംബത്തിന് മുന്നിൽ. അവളുടേതായ ഒരു നിമിഷം പോലും, അവളുടേതായ ഒരു പുഞ്ചിരി പോലും ഉണ്ടായിക്കൂടാ എന്ന ഒരു ശാഠ്യം പലപ്പോഴും സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. അതാണ് സത്യത്തിൽ എനിക്കതിൽ തകർക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അന്നപൂർണ അവളോട് തന്നെ ഒരു ദിവസം മന്ദഹസിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവളുടെ കുടുംബം അങ്ങനെ നിലനിന്നില്ല. അവിടെയാണ് അതിൻ്റെ പൊരുൾ കിടക്കുന്നത്. ഇപ്പോൾ ഈ മന്ദഹാസത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ പലപ്പോഴും പല കുട്ടികളും പെൺകുട്ടികളും പറയാനുള്ളൊരു കാര്യം, മാം ഇവിടെ നമ്മൾ കുഴപ്പമില്ല, ഇവിടെ നല്ല സ്വാതന്ത്ര്യമാണ്, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും ചോദിക്കാറില്ല. പക്ഷേ നാട്ടിൽ പോയി കഴിയുമ്പോൾ, 2 മാസത്തെ വെക്കേഷൻ നാട്ടിൽ പോയി കഴിയുമ്പോൾ, ഞങ്ങളൊന്ന് ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊന്ന് ഉറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ എന്തിനാണ് ഇത്രയും ഉറക്കെ ചിരിക്കുന്നത്, എന്തിനാണ് ഇത്രയും ഉറക്കെ സംസാരിക്കുന്നത്, ശബ്ദം കുറച്ച് സംസാരിക്കാൻ പാടില്ലേ എന്നൊരു ചോദ്യം എവിടെന്നെങ്കിലും പാഞ്ഞു വരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു, പണ്ട് ഉറക്കെ ചിരിക്കുമ്പോൾ അച്ഛൻ മീരെ എന്ന് ഉറക്കെ വിളിക്കുമായിരുന്നു. ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവളെന്നെ വച്ചേക്കില്ല. പക്ഷേ എങ്കിൽ പോലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല, ചിരിക്കുന്ന അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അച്ഛൻ്റെ മാത്രം പ്രശ്നമാണെന്ന്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുരുഷന്മാർ മാത്രമുള്ള ഒരു തൊഴിൽ മേഖലയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോഴും ഒരു സ്ത്രീയുടെ ചിരിയുടെ കാരണം, ഒരു സ്ത്രീയുടെ ചിരിയുടെ ഒച്ച, ഒരു സ്ത്രീയുടെ സന്തോഷത്തിൻ്റെ ഒരു പരിധി എപ്പോഴും അവരത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്ര സന്തോഷിക്കേണ്ട എന്നുള്ള ഒരു പ്രത്യക്ഷവും പരോക്ഷവും വളരെ മനഃശാസ്ത്രപരവുമായ ഒരു സമീപനമായിരിക്കും അവർക്കുള്ളത്. നമ്മളത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആൺകോയ്മ അല്ലെങ്കിൽ പിതൃമേധാവിത്വ വ്യവസ്ഥ എന്നത് നിലനിൽക്കുന്നത് പോലും സ്ത്രീയുടെ ചിരിയെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഒരു സ്ത്രീ അങ്ങ് ഭയങ്കരമായിട്ട് അർമാദിച്ച് സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വീട്, സമൂഹം, ഈ ഒപ്പം ജീവിക്കുന്നവരുടെ അവരവരെക്കുറിച്ചുള്ള ധാരണകൾ ഒക്കെ തകർന്നു പോകും. അവർക്ക് പരിചയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ തള്ളിയിടപ്പെടും. അതുകൊണ്ടായിരിക്കണം സ്ത്രീകൾ ചിരിക്കുന്നത് മനുഷ്യർക്ക്. അത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് മാത്രമല്ല, പൊതുവെ മറ്റ് സ്ത്രീകൾക്കും ഇഷ്ടമല്ല. സ്ത്രീകളുടെ സന്തോഷം, ചെറുപ്പക്കാരികളുടെ സന്തോഷം, അത് കാരണമില്ലാത്ത, അവരോട് വെളിപ്പെടുത്താത്ത കാരണത്തിലുള്ള സന്തോഷം ഒരിക്കലും ആർക്കും സ്വീകരിക്കാനേ പറ്റുന്നില്ല. ആ വ്യവസ്ഥിതി വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ സമൂഹത്തെ നിരീക്ഷിച്ചാൽ അറിയാം, ഈ മറ്റുള്ളവർ ചിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ചിന്താ പദ്ധതി, ഒരു പക്ഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത്. ആദ്യം അവർക്ക് സ്വന്തം വീട്ടിലെ സ്ത്രീകൾ ചിരിക്കുന്നതായിരുന്നു വിഷമമെങ്കിൽ, പിന്നീട് പുറത്തുള്ള സ്ത്രീകളും ചിരിക്കുന്നത് പ്രശ്നമായി, പിന്നീട് പുറത്ത് അവരെക്കാൾ അപരർ ചിരിക്കുന്നത് ഇഷ്ടമില്ലാതായി, പിന്നീട് അവരെ എതിർക്കുന്നവരാരും ചിരിക്കരുത് എന്ന ശാഠ്യമുള്ളവരായി. അപ്പോൾ നമുക്കൊരു വളരെ കൃത്യമായൊരു ക്രമം കാണാം. ഈ മറ്റുള്ളവരുടെ സന്തോഷം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്, മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക ഒരു പുരോഗതിയുടെ ലക്ഷണമാണ്. അതിലേക്ക് നമ്മൾ എത്തുന്നത് തടയുന്നവരാരോ അവരെ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. കഥകൾ ആഘോഷിക്കപ്പെട്ട് നിൽക്കുന്ന കാലത്താണ് നോവലിലേക്ക് കടക്കുന്നത്. കഥകളിൽ നിന്നും നോവലിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നോ? വളരെ എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, നോവൽ എന്നൊരു തീരുമാനം? അല്ല, ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്കത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി എഴുതിയതേ അല്ല. എനിക്ക് എഴുതണമെന്ന് തോന്നി. എഴുതും തോറും ഞാൻ ആ എഴുത്തിൻ്റെ ഒരു പ്രക്രിയയിൽ
പുതിയൊരു ഫോം പരീക്ഷിക്കുന്നതിൽ, പുതിയൊരു ക്രാഫ്റ്റ് പരീക്ഷിക്കുന്നതിൽ, പുതിയൊരു വാക്കുകളിൽ പുതിയ പുതിയ അർത്ഥങ്ങൾ ഒളിച്ചു വെക്കുന്നതിൽ, അത് വെച്ചിട്ട് ഒരു 3 രഹസ്യങ്ങൾ, 3 താഴുകളുള്ള ഒരു പെട്ടി പോലെ, അല്ലെങ്കിൽ ഒരു വാതിൽ പോലെ, ഒരു കോട്ട പോലെ, കൊട്ടാരം പോലെയൊക്കെ ഒരു കഥ സൃഷ്ടിക്കുന്നതിൽ ഒക്കെ ഞാൻ ആനന്ദം കണ്ടെത്തി. ആ എഴുത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതി തുടങ്ങിയത്. അതെനിക്ക് അന്ന് വലിയൊരു എൻ്റെ എല്ലാത്തരം സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ കഥയിൽ കുറേ ഫോമുകൾ, കുറേ ക്രാഫ്റ്റ്, കുറേ വിഷയങ്ങളൊക്കെ പരീക്ഷിച്ചു. ആ കാലത്ത് ചെറിയ പുതിയ തലമുറയിൽ നിന്ന് നല്ല നോവലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി വന്നു. അപ്പോൾ എനിക്കെന്താ ഒരു നോവൽ എഴുതണം എന്നുള്ളൊരാഗ്രഹം വന്നു. ഞാനൊരു മിടുക്കിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു വലിയ പ്രേരണ എല്ലാ കാലത്തും എൻ്റെ മേലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അത് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ശിക്ഷണം കൊണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് അച്ഛൻ കുറച്ച് സ്നേഹം കാണിച്ചിരുന്നത്. അപ്പോൾ ഈ 1ാം റാങ്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക, മിടുക്കിയായിട്ടിരിക്കുക, എന്തെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ളത്, അതിനാണ് അതൊരു സ്നേഹത്തിൻ്റെ ഒരു തെളിവും ഒരു തെളിയിക്കലും കൂടിയായി മാറി. അതൊരു മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു, ഇത് ഞാൻ ശരിക്കും നല്ല എഴുത്തുകാരിയാണ്, എനിക്ക് എഴുതാൻ പറ്റും. ഓരോ കഥ എഴുതുമ്പോഴും ഇനി അടുത്തൊരു കഥ കൂടി എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നമ്മളെ എപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ആ നോവൽ അങ്ങനെയാണ് നോവലിലേക്ക് വരുന്നത്. കുറച്ചുകൂടെ വലിയ കഥകൾ എഴുതി, പിന്നെ നോവൽ എഴുതി. നേത്രോന്മീലനാണ് ആദ്യം എഴുതിയ ഒരു നീണ്ട നോവൽ. പിന്നെ ഉറപ്പായിട്ടും ആരാച്ചാർ. അങ്ങനെ നേത്രോന്മീലനത്തിലേക്ക് വരുമ്പോൾ സാധാരണ മറ്റു നോവലുകളിൽ സ്ത്രീകൾ കുറച്ച് ശക്തമായി നിൽക്കുമ്പോൾ ഇതിൽ നോവൽ വികസിക്കുന്നത് പ്രകാശനെ ചുറ്റിപ്പറ്റിയാണ്. പ്രകാശൻ്റെ ജീവിതം പ്രകാശനെയാണ് ഞാൻ പിന്തുടരാൻ ശ്രമിച്ചത്. കാരണം ഞാൻ വിചാരിച്ചു, ഒരു പുരുഷനെ പിന്തുടർന്ന് പുരുഷൻ്റെ അനുഭവ ലോകം കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു. സത്യത്തിൽ വളരെ എളുപ്പമായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലും നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലും എല്ലാം പുരുഷന്മാരായിരുന്നതുകൊണ്ട് ആ വിധത്തിലൊരു പുരുഷനെ മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും അത് രേഖപ്പെടുത്താനും ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ പുരുഷന്മാരുടെ ഒരു ജീവിത രഹസ്യം കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അത് ഈ നമ്മൾ കൂടുതൽ ജീവിക്കും തോറും മനസ്സിലാകുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പുരുഷന്മാർ തന്നെ അവരുടെ കഥ എഴുതട്ടെ, ഞാൻ സ്ത്രീകളെക്കുറിച്ച് എഴുതാം എന്ന്. ശരിക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിലെത്തുമ്പോൾ ഘാതകനിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്ഷൻ റിയാലിറ്റി, അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഘാതകനിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടോ അത് വായിക്കുമ്പോൾ ഗൗരി ലങ്കേഷിനെ ഓർമ്മ വരുന്നുണ്ട്. സമകാലീന രാഷ്ട്രീയ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഘാതകൻ എന്നൊരു തീം, സത്യം അന്വേഷിക്കുന്നത്, ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ട്രൂത്ത്, ഇമാജിനേഷൻ, ലൈ, ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു കോൺഫ്ലുവൻസ് ആയി നിൽക്കുന്ന പോസ്റ്റ് ട്രൂത്ത്. അതിനപ്പുറം സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അതിനെയൊക്കെ മറികടന്ന് സത്യത്തിലേക്കുള്ളൊരു യാത്രയിലേക്ക് പോകുന്ന സത്യപ്രിയ. വളരെ വ്യത്യസ്തമായൊരു ആഖ്യാന ശൈലിയാണ് ആ നോവലിൽ. ഒരു കുറ്റാന്വേഷണം, അതിനിടയിൽ വളരെ കൺവിൻസിങ് ആയ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഘാതകനെ കുറിച്ച്, ഘാതകൻ്റെ ആ ഒരു എഴുത്തു വഴികളെക്കുറിച്ച് പറയാം. ഘാതകൻ എഴുതാൻ ആഗ്രഹിക്കുന്ന, ഘാതകൻ എന്ന ഒരു തീം തന്നെ ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ജനറേഷനിൽപ്പെട്ട, എൻ്റെ തലമുറയിൽപ്പെട്ട സ്ത്രീകളുടെ കഥ, അവർ കടന്നു വന്ന വഴിയുടെ ഒരു വിവരണം വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു യാത്രാപഥം കൂടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അച്ഛന്മാരുടെ കഥ എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഇന്ത്യ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയെ എങ്ങനെ ഈ പിതൃസങ്കല്പം, പിതൃമേധാവിത്വം, പിതാവ് എന്ന പലതരം പിതാക്കന്മാർ എങ്ങനെ നമ്മളെ സ്വാധീനിച്ചു, നമ്മളെ മുന്നോട്ട് നയിച്ചു, അതേ വിധത്തിൽ രാജ്യവും പലതരം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുകയായിരുന്നു. അതെങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് ജനിച്ച സ്ത്രീകളെ ബാധിച്ചത്. ഇതായിരുന്നു അതിൻ്റെ അതൊന്ന് രേഖപ്പെടുത്തി വെക്കണമെന്ന് തോന്നി. കാരണം അത് മുമ്പ് ആരും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ ചെയ്തു. അതാണ്. പിന്നെ അതിൽ
അതിൽ എൻ്റെ ആത്മകഥാംശം ഏറ്റവും കൂടുതൽ കലർന്നിരിക്കുന്നു. അതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഒരുപാട് തായ് വഴികളിലൂടെയാണെങ്കിലും പിതൃവഴികൾ ഒരുപാട് ഡീറ്റെയിലിംഗ് ആ കഥയിലുണ്ട്. അതായത് കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ പ്രപിതാമഹന്മാരുൾപ്പെടെയുള്ള ആൾക്കാരെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. വളരെ ശക്തമായ ഒരു കഥാപാത്രമായി സത്യപ്രിയയുടെ അമ്മ നിലനിൽക്കുന്നുണ്ട്. അതെൻ്റെ അമ്മയാണ് അതിൻ്റെ പ്രോട്ടോടൈപ്പ്. ഞാനും അമ്മയും തമ്മിലുള്ള സംഭാഷണം മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും, തർക്കുത്തരങ്ങളും ചോദ്യങ്ങളും ആയിരിക്കും. അപ്പോൾ അത് അമ്മയാണ് എന്നെ ആ കഥാപാത്രത്തിൻ്റെ ഒരു പിന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഖബറിലേക്ക് വരാം. 3 സ്ഥലങ്ങളെ, ഒരു മായിക ലോകം ഉൾപ്പെടെ 3 സ്ഥലങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു നോവലാണ് ഖബർ. ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിനും ഓരോ ഐതിഹ്യമുണ്ട്, ഓരോ വീടിനും ഓരോ ഐതിഹ്യമുണ്ടെന്ന് പറയും പോലെ ഖബറിൽ കെട്ടിപിടഞ്ഞു കിടക്കുന്ന ഐതിഹ്യങ്ങൾക്ക് ഒരു മതേതരത്വ സ്വഭാവമുണ്ട്. അതുമാത്രമല്ല സമൂഹത്തിൻ്റെ ഒരു ഘടനയുടെ ഒരു നേർരേഖ കൂടിയാണ്. അതിനപ്പുറം എല്ലാ വീടുകളിലും ചിലപ്പോൾ മിക്കവാറും ഹിന്ദു കുടുംബങ്ങളിലെല്ലാം പുറപ്പെട്ടു പോയ ഒരു കാരണവർ തീർച്ചയായും ഉണ്ടാകും. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് സന്യാസം ദീക്ഷ സ്വീകരിച്ച് തിരിച്ചു വന്ന ഒരു കഥ പറയാനുണ്ടാകും. അതുപോലെ തന്നെ മലബാറിലെ പല മുസ്ലിം കുടുംബങ്ങളിലും കുതിരപ്പുറത്ത് കയറി വന്ന ഒരു തങ്ങളുടെ കഥ, ഒരു തങ്ങളുപ്പാപ്പാടെ കഥ പറയാനുണ്ടാവും. ഈ ഒരു തീം, അതായത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ മിത്തും റിയാലിറ്റിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്നാൽ വളരെയധികം ത്രസിപ്പിക്കുന്ന രീതിയിൽ ഒരു കഥ, ഒരു നോവൽ, അതെങ്ങനെയാണ് ഉണ്ടായത്? അത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യചരിത്രത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സംഭവം, അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കഥയാണ്. ആ നോവൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കഥ അങ്ങനെയാണ്. ആ കഥയ്ക്കൊരു കഥാപാത്രത്തെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് എനിക്ക് തങ്ങൾ എന്ന കഥാപാത്രത്തെ, ജിന്ന് പോലെ ഒരാളിനെ കിട്ടിയത്. അങ്ങനെയാണ് ആ കഥ പറയുന്നത്. പക്ഷെ ആ കഥയിൽ പറയുന്ന യോഗീശ്വരൻ അമ്മാവൻ വാസ്തവത്തിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു അമ്മാവനാണ്. അദ്ദേഹം കാശിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും വരുമ്പോൾ പരദേശികളായ അതിസുന്ദരികളായ 2 പെൺകുട്ടികളെ കൂടെ കൊണ്ടുവരികയും അവർ നമ്മുടെ കുടുംബ പരദേവതകളായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തൊരു കഥയുണ്ട്. അത് ഞാൻ കുറച്ച് ഭാവനയൊക്കെ കലർത്തി ഞാൻ ഊഹിച്ചെടുത്ത് എന്തായിരിക്കും സംഭവിക്കാൻ ഇടയുണ്ടാവുക എന്നുള്ള ഒരന്വേഷണത്തിൽ നിന്ന് വന്നതാണ്. ഈ കഥ പറച്ചിലിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ കഥ പറച്ചിലിൻ്റെ ഒരു കഴിവ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പലപ്പോഴും കഥ കേട്ട് വളരുന്ന കുട്ടികൾക്ക് കഥ പറയുവാനൊരു ത്വരയുണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ശരിക്കും ഈ കഥ പറച്ചിലുകളുടെ ലോകത്തേക്ക് കടന്നു വന്നത്? അത് 2 വഴിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അമ്മ നന്നായിട്ട് കഥ പറയും. പിന്നെ അച്ഛൻ്റെ വഴിയിൽ അച്ഛൻ്റെ അമ്മ ധാരാളം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ എല്ലാം ജീവചരിത്രങ്ങളുടെ ഒരു സൂക്ഷിപ്പുകാരിയായിരുന്നു. അങ്ങനെ 2 വഴിയിലും കിട്ടിയ കഥകളാണ് അതെന്ന് പറയാം. നമ്മളിനി ഇത് വിട്ടിട്ട് വളരെയധികം ഹോണ്ടിങ് ആയി എനിക്ക് ഫീൽ ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കഥയാണ് ആ മരത്തെയും മറന്നു ഞാൻ എന്നുള്ളത്. 10 വയസ്സിൽ വഴിയിൽ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധിക 14 വയസ്സിൽ അച്ഛനാൽ തനിച്ചാക്കപ്പെട്ടു പോയ എന്നെ ഓർമ്മിക്കാൻ അതൊരു ട്രിഗറായിരുന്നു. ഒരു വായനക്കാരി എന്ന നിലയിൽ ഏതാണ്ട് അതേ പ്രായത്തിൽ ഞാനും വിസ്മരിക്കപ്പെട്ട സംഭവമുണ്ട്. അതിൽ നിന്നാണ് ആ കഥ ഉണ്ടാവുന്നത്. അതെന്നെ വല്ലാതെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. അത്ര എളുപ്പം വിസ്മരിക്കപ്പെടാവുന്ന, മറന്നു കളയാവുന്ന, അതും അച്ഛന് മറന്നു കളയാവുന്ന ഒരുവളാണ് ഞാനെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആത്മവിശ്വാസത്തെയും എനിക്ക് എൻ്റെ ഒരു മൂല്യം കണക്കാക്കുന്നതിനെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിധത്തിൽ വല്ലാതെ അലട്ടൽ നേരിട്ട, വല്ലാത്ത ഒരു അസ്വസ്ഥത നേരിട്ട ഒരു കുട്ടിക്കാലമായിരുന്നത് കൊണ്ടായിരിക്കാം അതിൻ്റെ മുഴുവൻ വേദനയും ആ പുസ്തകത്തിൽ അടങ്ങിയത്. ഈ പറഞ്ഞ പോലെ തന്നെ അത് വായിക്കുമ്പോൾ, പലപ്പോഴും അത് വായിച്ച് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ആ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളിനെ കാണുന്നത്. കാരണം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ മാത്രം അനുഭവമാണെന്ന്. നമ്മളെ പല ഘട്ടങ്ങളിലും പലരും മറന്നു പോകാം, പക്ഷേ അച്ഛൻ മറന്നു പോവുക എന്നുള്ളത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു മുറിവായി അവശേഷിക്കും എന്നുള്ളതൊരു സത്യമാണ്. അത് നമ്മൾ തോന്നുന്നു ആ ഫാദർ വൂണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അത് എഴുതി തീർക്കാനാണ് എൻ്റെ ശ്രമം മുഴുവൻ. അത് എത്ര എഴുതിയിട്ടും തീരുന്നില്ല.
എഴുതും തോറും പുതിയ പുതിയ ഈ പിതൃ മേധാവിത്വത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും ആക്രമണങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ കാണുന്നു. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സങ്കേതം വന്നതിന് ശേഷം ഈ ഈ ഒരു അക്രമാസക്തമായ ഒരു തരം അധീശ സ്വഭാവം നമ്മൾ വീണ്ടും കാണുന്നു, കൂടുതലായി വളരുന്നത് കാണുന്നു. അത് വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുക, അതിനെതിരെ പറയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ പറഞ്ഞതുപോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന പലതും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കാലം തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് കാലം മാറുമ്പോൾ നമ്മളെല്ലാം മറക്കും, പക്ഷെ കാലം തന്നെ നമ്മളെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന സത്യം വിസ്മരിക്കാതെ രാധികയിലേക്ക് തിരിച്ചു വരാം. രാധിക ക്രിസ്റ്റിയാൽ ഉപേക്ഷിക്കപ്പെടുകയാണ്. ആ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഏതൊരു സ്ത്രീക്കും ഒരു ഇടിമിന്നൽ ഏൽക്കുന്ന പോലൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ 2-3 ദിവസങ്ങളോളം രാത്രിയിൽ ഉറക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പുതപ്പെടുത്ത് ഞാൻ നഗ്നയല്ല എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം രാധിക അവശേഷിപ്പിച്ചു പോയൊരു പാട്, രാധിക ഇനി എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം. ഞാൻ എൻ്റെ വായനക്കാരെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തുന്നെന്ന് ഗീതാഞ്ജലി പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാൻ എന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നു, കൂടാതെ വായനക്കാരെ എന്നുള്ളതാണ്. ഞാനതൊരു ക്ഷമ ചോദിക്കുന്നു. ഇല്ല, അത് മാത്രമല്ല, അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വായനക്കാർക്കും അനുഭവപ്പെടണം എന്നില്ല. ഞാനൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാവാം ദിവസങ്ങളോളം ആ പച്ച മരത്തിൻ്റെ ഗന്ധം എനിക്ക് പലരും എന്നെ പറയുന്ന ഒരു സൈക്കോ എഴുത്തുകാരിയാണെന്ന്. കാരണം വളരെ ക്രൂരമായ സംഗതികളാണ് ഞാൻ എഴുതി വെക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ. പുതിയ കാലത്തെ പിള്ളേരുണ്ടല്ലോ, ജെൻസി കുട്ടികളൊക്കെ വളരെ അതെ, പേര് തന്നെ അതാണ്, ടൈറ്റിൽ തന്നെ. അതല്ലാതെ എന്താ മാർഗം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എഴുതിയിട്ട് പോലും ഈ ആണെഴുത്തുകാരന്മാരുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം ഞാൻ പഴയതുപോലെ നിലാവിനെയും ചന്ദ്രനെയും പുഴയെയും ഒക്കെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നെങ്കിൽ ഇവരൊക്കെ വച്ചേക്കോ? സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ യുദ്ധമാണ്. ഈ പറഞ്ഞ ആൺകോയ്മയോട് യുദ്ധം ചെയ്യാൻ നമ്മുടെ കയ്യിൽ അവരുടെ ടൂൾസ് മാത്രമേ ഉള്ളൂ. അതെന്താണ്? പരിഹാസം, ചോദ്യം ചെയ്യൽ, പ്രതിഷേധം, സമരം, ഇതൊക്കെയുള്ളൂ. ഏത് പുരുഷനാണ് ഒരു കാര്യമില്ലാതെ സപ്പോർട്ട് കിട്ടുന്നത്? സ്ത്രീകൾ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളാണ്, തുടക്കം മുതൽ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി വളർന്ന്, പ്രത്യേകിച്ചും നമ്മളൊക്കെ ഒരു പ്രായക്കാരായിരിക്കുമല്ലോ, അരനൂറ്റാണ്ടായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടു വളർന്നതെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടേക്ക് പോകുന്നു എന്ന് കൃത്യമായിട്ട് ബോധിപ്പിച്ച് രജിസ്റ്ററിൽ വെച്ച്, ഹോസ്റ്റലാണല്ലോ, വീടും ഒരു തരം ഹോസ്റ്റൽ പോലെയാണ്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും നമ്മൾ എത്ര മണിക്ക് അകത്ത് കയറിയെന്ന് എഴുതി വെക്കണം. ഇങ്ങനെയുള്ള ഒരു കെട്ടുപാടിൽ ജീവിച്ച് വളർന്ന സ്ത്രീകൾ, അവർക്ക് നല്ല സുഹൃത്തുക്കൾ പോലുമില്ല. അവർക്ക് ലോകത്ത് സുഹൃത്തുക്കൾ പിന്നെ ഉണ്ടാവുന്നത് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവുന്നു, അവരുടെ വിദ്യാഭ്യാസം കഴിയുന്നു, അവർ വളരുന്നു, അവർ ജോലിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് എംപ്റ്റി നെസ്റ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയെ അഭിമുഖീകരിക്കുന്നു. ആ സമയത്താണ് സത്യത്തിൽ അവർക്ക് കുട്ടിക്കാലം കഴിഞ്ഞിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത്, നല്ല സ്ത്രീ സുഹൃത്തുക്കളെ കിട്ടുന്നത്. അതൊരു സിസ്റ്റർഹുഡാണ് വാസ്തവത്തിൽ. അവർക്ക് ജീവിതം കണ്ടതിൻ്റെ, കൊടുക്കൽ വാങ്ങലിൻ്റെ, താതാത്മ്യപ്പെടലിൻ്റെ ഒക്കെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അവിടെയാണ് യഥാർത്ഥമായ പിന്തുണ, യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നത്. എനിക്കെന്നല്ല, ഏത് സ്ത്രീക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എഴുതുന്ന സ്ത്രീകളെയൊക്കെ പുരുഷന്മാരങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിചാരം. അങ്ങനെയല്ല. അതെത്ര നമ്മളെങ്ങനെയൊക്കെ നമ്മളെ മികച്ച എഴുത്തുകാരിയാണെന്നൊക്കെ ബോധ്യപ്പെടുത്തിയാലും എവിടെയെങ്കിലും ചവിട്ടി താഴ്ത്താനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവർ ചവിട്ടിയിരിക്കും. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ വേണ്ട. അപ്പം നമുക്ക് എഴുത്തിലെ ക്രൂരതയിലേക്ക് തിരിച്ചു വരാം. മീര സാധു അതിലെ ഒരു വാചകം എല്ലാവരും പ്രയോഗിക്കുന്ന വാചകമാണ്, എങ്കിലും അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. പാൽ പോലെയാണ് പ്രേമം, നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും,
വിഷമാകും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല, പകരം അയാളെ കൊന്നു. ഈ ഭക്തമീരയുടെ കഥ എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ ഈ മീര എന്ന കവിയും അന്നത്തെ ഒരു ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന വക്താവുമായ ഭക്തമീരയുടെ പേരാണ് അച്ഛനിട്ടത്. അപ്പോൾ ഈ പേരിൻ്റെ കഥയൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് പോയി. ഇതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത ഒരു സംഗതിയാണ്. അതായത് ഭർത്താവ് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവർ മരിക്കുന്നില്ല, അവർ വരുന്നു. അപ്പോൾ ഈ വൃന്ദാവനത്തിൽ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കഥയും അതിൻ്റെ ഒരു ആധുനികമായ ഒരു ആവിഷ്കാരവും ഞാൻ മുമ്പിൽ കണ്ടു. വളരെ ആകസ്മികമായിട്ടാണ് വൃന്ദാവനിൽ പോയത്. ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാനും ഭർത്താവും മകളും എൻ്റെ ജന്മദിനം വന്നു. അപ്പോൾ പെട്ടെന്ന് ദിലീപിൻ്റെ തീരുമാനങ്ങളൊക്കെ ചില സമയത്ത് വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ നമുക്ക് നാളെ ആഗ്രയിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആഗ്രയിലേക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, ഇടിച്ച് കയറി ഒരു ട്രെയിനിൻ്റെ ഇതിൽ കയറിപ്പോയി. അവസാനം നമ്മൾ ഇരുന്ന ആദ്യ സീറ്റൊക്കെ കിട്ടിയെങ്കിലും നോർത്ത് ഇന്ത്യ ആണല്ലോ, നമ്മളെയൊക്കെ ഇടിച്ച് കളഞ്ഞ ആളുകൾ മറ്റേ കോഴിയും അതും ഇതുമൊക്കെ ആയിട്ട് കയറി നമുക്ക് സീറ്റൊന്നും ഇല്ലാതെ നമ്മൾ എഴുന്നേറ്റ് മാറി നമ്മളിങ്ങനെ തിരക്കിൽ നിന്ന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ട്രെയിൻ പിടിച്ചിട്ടു. അപ്പോൾ അവിടെ ബൃന്ദാവൻ എന്ന ബോർഡ് കണ്ടു. അപ്പോൾ ദിലീപ് പറഞ്ഞു, അത് വാ നമുക്കിവിടെ ഇറങ്ങാം, ഇതിനടുത്താണ് ആഗ്ര. അവിടെ ഞങ്ങൾ ഈ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഒരു ടോങ്ക വന്നു, കുതിരവണ്ടി, അങ്ങനെ അതിൽ കയറി അങ്ങനെ വൃന്ദാവൻ കാണാനായിട്ട് പോകുന്നു. അപ്പോൾ വൃന്ദാവനിലേക്ക് പോകുമ്പോൾ എൻ്റെ വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ നമ്മൾ കഥകളിലൊക്കെ അമർ ചിത്രകഥയിൽ കണ്ട ഒരു വൃന്ദാവനുണ്ടല്ലോ, ആ വൃന്ദാവനാണിതെന്ന് വിചാരിച്ചാണ് പോകുന്നത്. പോകുമ്പോൾ കാണുന്നത് കൊൽക്കത്തയേക്കാൾ അഴുക്ക് പിടിച്ച വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള മറ്റേ മധുവനവുമില്ല, നികുഞ്ചവുമില്ല, ഒരു സംഗതിയില്ല, രാസകേളികളാടിയ സ്ഥലങ്ങളില്ല. എല്ലാം കൂടെ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. പക്ഷേ അതിൽ വേറൊരു വലിയ അത്ഭുതം ഉണ്ടായിരുന്നു. അത് ഈ സ്വപ്നങ്ങൾ എപ്പോഴും എൻ്റെ കഥകൾക്കൊരു പ്രധാന കാരണമാണ്. ഈ പറഞ്ഞ ആമരത്തെയും മറന്ന് ഞാൻ എന്ന് പറയുന്ന കഥ പോലും ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഉണ്ടായത്. എൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ കണ്ട ഒരു സ്വപ്നമാണ്. ഞാനിങ്ങനെ വളരെ ഒരുപാട് നിലകളുള്ള ഒരു കണ്ണാടി കൊട്ടാരത്തിൽ നഗ്നയായി നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ. അപ്പോൾ അതുപോലെ ഈ വൃന്ദാവനിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ തലേ ദിവസമല്ല, കുറച്ച് ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെപ്പറ്റി ഞാൻ ദിലീപിനോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വൃന്ദാവനിൽ ചെന്നപ്പോൾ ഞാൻ അതേപോലെ ഒരു വലിയ കാളസർപ്പം ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന, ആകാശത്തേക്ക് ചിറകല്ല പത്തി വിരിച്ച് നിൽക്കുന്ന ആ അതുപോലൊരു പ്രതിമ ഞാൻ കാണുന്നു. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താണ് ഒരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. പിന്നെ അത് നല്ല പ്രായമായിരുന്നു, പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു പ്രായമായിരുന്നു. നമ്മൾ പരീക്ഷിക്കാത്ത ഒരു ക്രാഫ്റ്റ് അതിൽ പരീക്ഷിക്കാൻ കഴിഞ്ഞു. അതിലുടനീളം ഭക്തമീരയുടെ കഥയും ഒരു പുതിയ കാലത്തെ ഒരു മീരയുടെ കഥയുമാണ് പറയാൻ ശ്രമിച്ചത്. മീരയുടെ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗീതാഞ്ജലി ഒരു പുതിയ പ്രമേയം എഴുതുക, മറ്റാരും എഴുതാത്തൊരു കഥ എഴുതുക എന്നൊക്കെ പറയുന്നത് വലിയ വെല്ലുവിളിയാണ്, അതേസമയം വലിയ സന്തോഷവുമാണ്, ഒരു സാഹസമാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് എഴുത്തുകാരന്ന് എല്ലാവരും മനോഹരമായിട്ട് എഴുതുന്ന, ശക്തമായിട്ട് എഴുതുന്ന വലിയൊരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, ഇടയിലുണ്ട്. അവരാരും എഴുതാത്ത സംഗതികൾ വേണം എഴുതാൻ, അവരാരും പറയാത്ത കഥകൾ വേണം, അവരാരും പറയാത്ത ഭാഷയിൽ വേണം. അതൊരു വലിയ അത് ഓരോന്നും ആ ഓരോ ചലഞ്ചും സ്വീകരിക്കുക എന്ന് പറയുന്നത് സന്തോഷമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ കഥയെഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല എന്നുള്ളത്. ഒരു 5-6 പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു പരീക്ഷണമായി. കാരണം ഓരോന്നിനും നമ്മൾ പുതിയ പ്രമേയം കണ്ടുപിടിക്കണം, പുതിയ ഭാഷ ഉണ്ടാക്കണം, ഒരേ വാക്കുകൾ തന്നെ, ഒരേ വികാരങ്ങൾ തന്നെ പല രീതിയിൽ പുതുമയാർന്ന് ആവിഷ്കരിക്കാൻ പഠിക്കണം. ഇത് ശരിക്കും ഒരു യക്ഷിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളുടെ ചോര ഊറ്റി കുടിച്ച് ഓരോ പുസ്തകം കഴിയുമ്പോൾ ഭ്രാന്ത് പിടിപ്പിച്ച് വല്ല കരിമ്പന മുകളിലും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് എന്ന്
ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കലാച്ചി എഴുതി കഴിഞ്ഞ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയും അതൊരു യക്ഷിക്കഥയാണ്. നമ്മൾ മീര സാധുവിനെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ മരണത്തിനേക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിനാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അല്ലാതെ അതെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഇടയ്ക്ക് ഒരു എപ്പോഴും ഒരു ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്, പുരുഷന്മാരെ പ്രണയിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല എന്ന്. അങ്ങനെ പ്രണയിക്കാൻ പഠിപ്പിക്കുവാൻ സാധിക്കും? ഞാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. അത് നടക്കണമെങ്കിലുള്ളൊരു പ്രശ്നം, ഈ കമ്പാനിയൻഷിപ്പ് എന്താണ്, അതിൻ്റെ സന്തോഷം എന്താണെന്ന് അവരറിയണം. നിർഭാഗ്യവശാൽ അത് അവർക്ക് അറിഞ്ഞൂടാ. ആ സഹജീവിതത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, ഈ അഹന്ത അഴിച്ചു വയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാരമില്ലായ്മ, അതിൻ്റെ അതുകൊണ്ട് കിട്ടുന്ന ലിബറേഷൻ എന്താണ് എന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ്. എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷേ അതാണ് അതിൻ്റെ സത്യം. നമുക്കിനി കഥകളിലേക്ക് കൂടി വരാം. കഥകളെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളുടെ ഞരമ്പ്, ഓർമ്മയുടെ ഞരമ്പ്, അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടാവും. അതിനുള്ളിലുള്ള കഥകളെ കുറിച്ച് തന്നെ പറയുമ്പോൾ പത്രപ്രവർത്തന കാലത്തെ അനുഭവങ്ങളും പലപ്പോഴും കഥകളുടെ രൂപത്തിൽ. ഓർമ്മയുടെ ഞരമ്പിലെ കഥകൾ മിക്കതും പത്രപ്രവർത്തന കാലത്തെ കഥകളാണ്. മോഹമഞ്ഞയും പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാലം എഴുതിയ കഥകളാണ്. പിന്നീട് ആവേ മരിയ വരുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ സ്വതന്ത്രയായി. പിന്നെ ഗില്ലറ്റിൻ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി സ്വതന്ത്രയായി. അങ്ങനെയുള്ള ഒരു കഥയായിരുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ തന്നെ കഥയെ ആലോചിക്കുമ്പോഴാണ്. ഒരിക്കലും എഴുത്തുകാരി ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉപേക്ഷിച്ച് ഇരുന്ന ജീവിതത്തിൽ പെട്ടെന്നൊരു നിമിഷം എഴുത്തിലേക്കും കൂടുതൽ എഴുതുന്ന അവസ്ഥയിലേക്ക് എഴുതാനുള്ള പ്രേരണയിലും ഒക്കെ തള്ളിയിടപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതൊരു വലിയൊരു കഥയാണ്. മുൻപൊരിക്കൽ ഈ പറഞ്ഞ ഒരു ഇൻട്രാക്ഷനിൽ തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, നമ്മളോടൊപ്പം നടന്ന കുറച്ച് മനുഷ്യരുണ്ട്, എഴുത്തിൽ ഒപ്പം നടന്ന കുറച്ച് മനുഷ്യർ. ഇപ്പോൾ മകളുടെ പ്രായമുള്ള തലമുറ കൂടി ഒപ്പം ചേരുന്നുണ്ട്. പുതിയ തലമുറയുടെ എഴുത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ, അല്ലെങ്കിൽ അവരുമായുള്ള ഇൻട്രാക്ഷനെ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? പുതിയ തലമുറ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു റിവേഴ്സ് പേരൻറ്റിങ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ അനുഭവിക്കുന്നത് അവരുമായിട്ട് ഇടപെടുമ്പോഴാണ്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഥ എഴുതുന്ന കാലത്ത് എനിക്കറിയില്ല ഇതാരെങ്കിലും, എൻ്റെ പുസ്തകം ആരെങ്കിലും വില കൊടുത്ത് വാങ്ങുമോ, ഇത് വായിക്കുമോ, ഈ കഥകളൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, ഞാനൊരു എഴുത്തുകാരിയെ അംഗീകരിക്കപ്പെടുമോ, എനിക്കൊരു ധാരണയില്ല. എനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു പുസ്തകം എഴുതുന്നു, 2 പുസ്തകം എഴുതുന്നു, 3. പക്ഷേ ഈ ഒപ്പം നടക്കുന്ന വായനക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ പേര് കാണുന്നത് വായിക്കുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, എൻ്റെ മിനിമോൾ എസ് എന്ന് പറയുന്ന കൂട്ടുകാരി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് കരിനീല എന്ന് പറയുന്ന കഥ വനിതയിൽ കരിനീലയിൽ വായിച്ച് കൊണ്ടാണ്. അതിനുശേഷം മിനി അന്ന് മുതൽ ഇന്ന് വരെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ വന്നു കയറിയ ഒരുപാട് വായനക്കാരുണ്ടാവുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അവരാണ് സത്യത്തിൽ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. അവരാണ് എൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയാം. അവരെന്നെ വായിക്കുകയും എനിക്ക് കഥ പറഞ്ഞു തരികയും ചെയ്യുന്നു, കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നു. വീണ്ടും പിന്നെയും എൻ്റെ കഥകളിലേക്ക് കൂടെ വരുന്നു, കഥയ്ക്കൊപ്പം കൂടെ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാലത്തിന് ശേഷം പെട്ടെന്ന് ഞാൻ കാണുന്നത് എൻ്റെ മകളേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ എന്നെ തേടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 2 വശത്തുനിന്നും നമ്മളോടൊപ്പം വരുന്ന വായനക്കാരുടെ ഒരു പ്രവാഹം നമ്മൾ അറിയുന്നു. അവർക്ക് നടുവിൽ നിൽക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തോന്നുന്നു. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അതിലേക്ക് വരാം. അതിലെ ജസബലിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേകതയുള്ള പേരാണ്. ആ പേര് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ കല്ലുകടി. അതെന്താണെന്ന് അറിയാമോ ഗീതാഞ്ജലി? നിങ്ങളുടെ എനിക്കൊന്നു 1982 അല്ലേ? നിങ്ങളുടെ കാലത്തെ കഥകൾ ആരും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വായിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്കത് എഴുതണം തോന്നിയത്. 1982 ജനിച്ച, കൊൽക്കത്തയിൽ ജനിച്ച, ആരാചാരുടെ മകളായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയാണ് ചേതന.
ചേതനയുടെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു 1982 കേരളത്തിൽ ജനിച്ച അഭ്യസ്ത വിദ്യയായ ഒരു പെൺകുട്ടിയുടെ ചേതന 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ഡോക്ടറായ ഒരു പെൺകുട്ടിയുടെ അതും ഉന്നത ബിരുദം നേടിയ ഒരു ഡോക്ടറുടെ കഥ, ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരേ പ്രകാലത്ത് ജനിച്ച സ്ത്രീകളുടെ കഥയാണ്. പക്ഷെ രണ്ടുപേരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടുപേരുടെയും ജീവിതം നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ്. അതേസമയം രണ്ടുപേരുടെയും ജീവിതത്തിലൊരു പോരാട്ടത്തിൻ്റേതായ, യാത്രയുടേതായ, നവീകരണത്തിൻ്റേതായ, പരിണാമത്തിൻ്റേതായ ഒരു ഘടകവുമുണ്ട്. അതാണ് അത് സ്വീകരിക്കാനുള്ളൊരു കാരണം. ഈ 1992 എന്ന് പറയുന്നതൊക്കെ വളരെ ക്രിട്ടിക്കലായ, നിർണായകമായ ചരിത്ര സന്ധികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. ഹരിയാനയിലെ സ്ത്രീയും കേരളത്തിലെ സ്ത്രീയും തമ്മിൽ സാമൂഹിക കാര്യങ്ങളിലുള്ള വ്യത്യസ്തത ഒഴിച്ചാൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഘട്ടങ്ങളെല്ലാം ഏകദേശം അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം സ്ത്രീകൾക്കൊരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളുടെ അല്ലെങ്കിൽ സമ്പന്നരല്ലാത്ത സ്ത്രീകളുടെ അനുഭവങ്ങളുമായി അവർക്ക് താതാത്മ്യപ്പെടാൻ സാധിക്കില്ല എന്ന്. അല്ല, ഈ നമ്മൾ നേരിടുന്ന അധീശത്വത്തിൻ്റെ, നമുക്ക് നമ്മുടെ ഭാഗധേയം കയ്യിലെടുക്കാൻ സാധിക്കാത്ത അനുഭവത്തിൻ്റെ ഒരു സ്വഭാവം ഒന്ന് തന്നെയാണ്. ആ ഡോമിനൻസ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശ്വാസം മുട്ടലിൻ്റെ ഒരു അനുഭവം ഒന്ന് തന്നെയാണ്. അത് ഇന്ത്യയിൽ എവിടെയും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ വിരുദ്ധതയിലൂടെയാണ് ഇന്ത്യയിലുള്ള ഈ ഏകീകരണം നടക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഓരോ സ്ത്രീയുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, ഓരോ സ്ത്രീയുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ ജാതിയുണ്ട്, മതമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കാസ്റ്റും ഒക്കെ വരുന്ന ഒരു സ്വാധീനിക്കുന്ന അവസ്ഥയാണ് ഓരോ സ്ത്രീയുടെയും. അതേസമയം എല്ലാം പൊതുവാണ് താനും, പൊതുവായ പ്രശ്നങ്ങളാണ് താനും. KR മീരയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഫാസിസം ഒരു പാചക കലയാണെങ്കിൽ സ്ത്രീ വിരുദ്ധതയാണ് അതിൻ്റെ തീ എന്ന്. ഫാഷിസം ഒരു വിരുന്നാണെങ്കിൽ സ്ത്രീ വിരുദ്ധതയാണ് അതിൻ്റെ തീ, അതിൻ്റെ അടുപ്പ് പിതൃമേധാവിത്വമാണ്. കാരണം നമ്മളെ പരിശീലിപ്പിക്കുന്ന അതാണ്. കുടുംബം പോലൊരു ഭീകരമായ ഫാഷിസ്റ്റ് സംവിധാനം വേറെയില്ല. മതം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണ്, സമൂഹം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണ്. എല്ലാ തരത്തിലുള്ള ആക്രമണം ആദ്യം സംഭവിക്കുന്നത് ഈ സ്മോളസ്റ്റ് യൂണിറ്റിനകത്തു നിന്നാണ്. അതുകൊണ്ട് കുടുംബത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇക്വാളിറ്റി വരാൻ സാധിച്ചാൽ അങ്ങനെ മാത്രമേ സമൂഹത്തിലൊരു മാറ്റം വരൂ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതിന് ഈ വീട്ടിലിരിക്കുന്നവരാരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടേതായ അദ്ദേഹം ഒട്ടും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. 2 ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ എനിക്കൊരു സുഹൃത്ത്, ഒരു എഴുത്തുകാരനായ സുഹൃത്ത്, വളരെ ആവേശത്തോടു കൂടി KR മീരയുടെ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്നൊരു അഭിപ്രായ പ്രകടനമാണ്: എല്ലാ കഥകളിലും ഒരു ദുർബലനായ 1-2 പുരുഷന്മാരുണ്ടാവും, അതിശക്തയായ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കുറേ സ്ത്രീകളും ഉണ്ടാവും. എന്താണ് ഈ എഴുത്തുകാരി അവരെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇത് ഒരാളിൽ നിന്ന് മാത്രമായിരിക്കില്ല. KR മീര പലപ്പോഴും കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും. എന്താണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ള മറുപടി? എന്തു പറയാൻ, ഈ ഓരോ പുരുഷനും ഓരോ അഹന്തയിലാണ് ജീവിച്ചിരിക്കുന്നത്. ആ അഹന്ത തകരുമ്പോൾ അവരും തകരും. അപ്പം ഈ അഹന്ത സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണെന്നും, ഒരു പ്രിവിലേജ് അനുഭവിക്കൽ വാസ്തവത്തിൽ അതിൽ ജീവിക്കൽ വളരെ നീചമായ ഒരു സംഗതിയാണെന്നും ഹീനമായൊരു സംഗതിയാണെന്നും പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവുന്നില്ല, നമ്മുടെ വീടുകളിലുണ്ടാവുന്നില്ല.
ഇനി അവസാനത്തെ ചോദ്യത്തിലേക്കാണ്. ട്രാൻസ്ലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ പോലും നേരിട്ട് ഇംഗ്ലീഷിലേക്ക് എഴുതാതെ ട്രാൻസ്ലേഷൻസ് ആണ് കൂടുതലും. അപ്പോൾ എൻ്റെ ഒരു സംശയം, എപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു സംശയം, ഇപ്പോൾ ജയദേവിക, അഭിരാമി വളരെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതെ. അപ്പോൾ കഥയുടെ സത്ത ചോർന്നു പോകാതെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ആ ഒരു ചോർന്നു പോകാതെ അതിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് എനിക്ക് കിട്ടിയ ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാം വളരെ നല്ല ട്രാൻസ്ലേറ്റേഴ്സാണ്. ദേവികയാണെങ്കിലും നിഷ സൂസൻ ആണെങ്കിലും ഖബർ ട്രാൻസ്ലേറ്റ് ചെയ്ത്, മിനിസ്തി, രാജേഷ് രാജ്മോഹൻ, അഭിരാമി ഒരു എന്താണ് ഒരു ഗിഫ്റ്റഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ച ഒരാളാണ്. ഇവരെല്ലാം അതെ, തമിഴ് ശരിക്കും തമിഴ് മാതൃഭാഷയായ അഭിരാമി മലയാളം പരിഭാഷയിൽ അത്രയും അതിനുവേണ്ടി മലയാളം പഠിച്ച് അതിനുവേണ്ടി എടുക്കുന്ന എഫർട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ഞാൻ പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീയുടെ കലയാണ് പരിഭാഷ. കാരണം ഒരു സാഹിത്യകൃതിയുടെ അടരുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എപ്പോഴും സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. അതായത് ആണെഴുത്തുകാരന്മാർ എഴുതുന്ന കൃതികളിൽ പോലും അതിൻ്റെ അന്തസത്തയെ ഒന്ന് പൊലിപ്പിച്ചെടുക്കാൻ പലപ്പോഴും സ്ത്രീകൾക്കാണ് സാധിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അവരുടെ പുസ്തകത്തേക്കാൾ നന്നായിരിക്കും ട്രാൻസ്ലേഷൻ വായിക്കുമ്പോഴെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ നമ്മൾ ഏത് ട്രാൻസ്ലേഷൻ എടുക്കുമ്പോഴും ഒരു തുല്യമായ അല്ലെങ്കിൽ തത്തുല്യമായ സാംസ്കാരിക പരിസരം മറ്റേ ഭാഷയിലുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൻ്റേതായുള്ള പരിമിതികൾ എപ്പോഴും, ഭാഷയുടെ പരിമിതികൾ എപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിനി ഓഡിയൻസിൻ്റെ ഇൻട്രാക്ഷനിലേക്ക് കിടക്കാം. എൻ്റെ പേര് അമാൻ എന്നാണ്. സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ വളരെ സന്തോഷം. അവസാനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ ആണഹന്ത എന്ന് പറയുന്ന എൻ്റെ ആണഹന്ത എന്താണ് എന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയാം? അത് തിരിച്ചറിയാൻ സാധിച്ചാൽ എനിക്ക് എൻ്റെ സ്ത്രീയോട് കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പെരുമാറാൻ സാധിക്കുന്നത് തടയുന്ന ഒരു ഘടകമുണ്ടല്ലോ, അതാണ് അത്. മുമ്പ് സംസാരിച്ച എന്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല? കൂടുതൽ നന്നാവുന്ന കാര്യമാണ് പറഞ്ഞത്. അതാണ് എന്തുകൊണ്ട് എനിക്ക് കൂടുതൽ നന്നാവാൻ കഴിയുന്നില്ല, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഒരു ചിരിക്കുന്ന ഒരു വിഷയം പറഞ്ഞില്ലേ, എനിക്ക് അനുഭവം, ഞാൻ 3-4 സ്ത്രീകളുള്ളൊരു വീട്ടിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര ചിരിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് അധികമാണ്, ആളുകൾ ഉണ്ടാകുമ്പോൾ നീ ഇത്ര ചിരിക്കേണ്ട ഒരു ഇതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നീട് അത് തിരുത്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂടുതൽ ഞാൻ എൻ്റെ അഹന്തയെ ഞാൻ തിരിച്ചറിയുമ്പോൾ അത് അവർ ചിരിക്കുമ്പോൾ ഒപ്പം ചിരിക്കാനും അവർ ചിരിക്കുന്നതിൽ ആഹ്ലാദിക്കാനും കഴിയുമ്പോൾ ആ അഹന്ത പോയി എന്ന് വിചാരിക്കാം. നന്ദി. നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. ഞാൻ മീരേച്ചിയുടെ നാട്ടായ ശാസ്താംകോട്ടയിൽ നിന്നാണ്. ആണോ? എവിടെ ചെന്നാലും ഈയിടെയായിട്ട് ശാസ്താംകോട്ടക്കാരെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ ഇരുന്ന ഒരു ശാസ്താംകോട്ടക്കാരിയായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് മാത്രമല്ല, ചേച്ചി പഠിച്ച കോളേജിൽ പഠിച്ച ആളാണ്. ചേച്ചിയുടെ അമ്മയും ഒക്കെ വളരെ അടുപ്പമുള്ള ആളാണ്. ഞങ്ങളുടെ പുസ്തകത്തിൽ, ഡെബ്കാസ്റ്റിൻ്റെ പുസ്തകത്തിൽ ചേച്ചിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം. താങ്ക് യു. അപ്പം എൻ്റെ ചോദ്യം, ചേച്ചിയുടെ എല്ലാ കഥാപാത്രങ്ങളിലും സ്ഥലം ഒരു പ്രാധാന്യമുണ്ട്. എല്ലാ കൽക്കട്ടയായാലും മറ്റു കഥ. ശാസ്താംകോട്ട വളരെ വലിയ ഒരു ശുദ്ധജല ഘടകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോളേജും അതിൻ്റെ പ്രവീണെ ചോദ്യം മനസ്സിലായി. പ്രവീണിന് അറിയാമല്ലോ ശാസ്താംകോട്ടക്കാരുടെ സ്വഭാവം. ഇനി ഞാൻ ശാസ്താംകോട്ടയെ പറ്റി കഥ എഴുതിയിട്ട് വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ശാസ്താംകോട്ടക്കാരെയാണ്. അല്ല ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, അതായത് കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും വസിക്കുന്ന, ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി അവരുടെ കുടുംബങ്ങൾ മുന്നോട്ട് നയിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഏരിയയാണ് നമ്മുടെ നാട്. എന്തുകൊണ്ട് അങ്ങനൊരു ചിന്ത ആയിക്കൂടാ? ഞാൻ ശ്രമിക്കാം. പക്ഷേ ശാസ്താംകോട്ടയുടെ ഒരു പ്രശ്നം അതാണ്, നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളെ പറ്റി നമ്മൾ എഴുതുന്നു എന്നുള്ളൊരു തോന്നൽ വരും. സത്യത്തിൽ കായലിനെ പറ്റിയും ജീവിതത്തെപ്പറ്റിയൊക്കെ വരും. കായലിൻ്റെ ഒരു വലിയൊരു ഒബ്സഷനാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ മനുഷ്യരെ കഥാപാത്രങ്ങളാക്കാൻ ഒരു ധൈര്യവുമില്ല. ധൈര്യമായിട്ട് എഴുതണം ചേച്ചി. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ചേച്ചിയുടെ മുന്നിൽ. ചേച്ചി എന്നിട്ട് എല്ലാം പോസ്റ്റ്മസായിട്ട് വല്ലതും വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാം. ജീവിച്ചിരിക്കുക അത് പ്രസിദ്ധീകരിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. ഓക്കെ, ഇന്നലെ കണ്ടതിൽ സന്തോഷം. സന്തോഷം.
Sangeeta. Is it okay if I ask in English? Yes. ഹലോ സംഗീത, ചോദിച്ചോളൂ. So I'm very grateful for translators so I can enjoy your work. My question is, I write short stories as well. And when I read your work, I feel like it's so raw and unfiltered and beautiful. But when I write, sometimes I have this fear, like, because it is fiction, but we put ourselves in our work. And I worry of when someone is reading this, are they going to think this is her or is this a character? And how do I overcome that fear and not care? Maybe you shouldn't first learn how not to care and then write. It is easy. See, you understand Malayalam, no? Korchu. Okay, what I am saying is that we are all taught to be aware of or be conscious of what others think about us, no? So right from the beginning, I wanted to get out of that framework. Unless you get out of that framework, you cannot. And once I started writing, I found out that I am liberated from that constriction, no? That restraint. I don't think what others think about me as a writer, as a person, when I write. I write for my own happiness. Unless you live for your own happiness, you think for your own happiness, you struggle for your own happiness, you scream for your own happiness, nobody is going to hand it over to you. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ജനാധിപത്യത്തിൽ സ്ത്രീക്കും പുരുഷനും എല്ലാ മനുഷ്യർക്കും തുല്യ അവസരവും സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും ഈ വെള്ളിത്തളികയിൽ വെച്ച് തന്നിട്ടേയില്ല. അധികാരം കൈയാളിയവരാരും തന്നിട്ടേയില്ല. ഇന്നും സ്ത്രീക്ക് അവളുടെ ഭാഗധേയം, അവളുടെ ജീവിതം നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയാൽ അത് ഉപയോഗിക്കാൻ അവൾക്ക് അറിയില്ല എന്ന തെറ്റിദ്ധാരണയിലാണ് അധികാരം കൈയാളുന്നവർ കഴിയുന്നത്. അവരെല്ലാം കൂടിയ പുരുഷന്മാരാണ്, മനസ്സിലായോ? അവരെ പോലെ ഒരു സ്ത്രീക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. അതുകൊണ്ട് എഴുതുമ്പോഴെങ്കിലും നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. അത് നടപ്പാക്കാനുള്ള ഒരു ധൈര്യവും ആവശ്യമുണ്ട്. Thank you so much. Meera Chechi, Once you start writing, no, you empower yourself. You become clear of what you want. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് മനുഷ്യജീവിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. അതാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമസ്കാരം ചേച്ചി, ഞാൻ ശ്രീകുമാരി. എനിക്ക് ചോദിക്കാനുള്ളത്, പുരോഗമനപരമായി എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മീര ചേച്ചി, വീട്ടകങ്ങളിലെ ജനാധിപത്യം അല്ലെങ്കിൽ വീട്ടകത്തുള്ള സ്ത്രീ പുരുഷ സമത്വം, ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ വയ്ക്കുവാണെങ്കിൽ അതെങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യും? എന്തൊക്കെയാണ് ആധുനിക സമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ? അതൊരു വലിയ ചോദ്യമല്ലേ. ആദ്യം വന്ന സമയത്ത് ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല, ആരും ചോദിച്ചില്ല. എനിക്കിതിനെപ്പറ്റി 1 മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാവുന്നൊരു സംഗതിയാണ്. പക്ഷെ ഒറ്റ കാര്യം മാത്രം വിചാരിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിനകത്ത് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ തരുന്നതാണോ അതോ നമ്മൾ ശരിക്കും അനുഭവിക്കുന്നതാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനൊരു ക്രൈറ്റീരിയ പറയാനും മനുഷ്യരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അറിയാം. ടോൾസ്റ്റോയ് എഴുതിയിട്ടുള്ളത് പോലെ ഓൾ ഹാപ്പി ഫാമിലീസ് ആർ എലൈക്ക് ആൻഡ് എവറി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യർ എത്ര റിലാക്സ്ഡ് ആണെന്ന് നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാം. ഷാജഹാൻ എന്നാണ് പേര്. ഞാൻ മീര എന്ന എഴുത്തുകാരി, കെ.ആർ. മീര എന്ന വ്യക്തിയും എന്താണെന്ന് ഗീതാഞ്ജലിയിൽ ഒറ്റ പരാമർശം വന്നപ്പോൾ ഉണ്ടായ ഒരു ഇമ്പൾസ് ആക്ഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പോലും അറിയാണ്ട് വരുന്നതാണ്. നമ്മുടെ കണ്ണിലേക്കൊരു സൂചി വരുമ്പോൾ എങ്ങനെയാണ് കണ്ണടഞ്ഞു പോകുന്നത്,
അല്ലെങ്കിൽ ചൂടുള്ള ഒരു സാധനം ഇപ്പോൾ തൊടുമ്പോൾ എങ്ങനെ നമ്മൾ അങ്ങനെ അവർ ഉള്ളിൽ നിന്ന് വരികയാണ് അത് എങ്ങനെയാണ് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആണിടമാണ് ഏതാണ്ട് 99-100% ആണിടത്ത് നിന്ന് പൊരുതി വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇമ്പൾസ് രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളൊരു അനുഭവം. പിന്നെ ജെൻസെഡായാലും ജെൻസി ആയാലും ഏറ്റവും പുതിയ തലമുറയെപ്പറ്റി ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരാളാണ് കെ.ആർ. മീര. ഇപ്പോൾ ഇന്ന് മലയാളത്തിൽ അവരുടെ ജീവിതം എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ കടന്നു ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയാണ്, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരെ പകർത്താൻ ഏറ്റവും ശേഷിയുള്ള ഒരു എഴുത്തുകാരനായാലും ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ കെ.ആർ. മീരയാണ്. അപ്പോൾ ഞങ്ങളൊരു സാധനം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കൂടി അത് അനുഭവിക്കാൻ വേണ്ടി കഴിയുമല്ലോ. മറ്റൊന്ന് മലയാളത്തിൽ ഇപ്പോൾ നോവലുകൾ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാലും കെ.ആർ. മീരയുടെ വർക്കുകൾ പട്ടുനൂൽപ്പുഴു, ആത്രേകം, ദേഹം, ഒരു പിടി നോവലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ തപോമയി. അപ്പോൾ പാമുക്ക് ഒരിക്കൽ ഒരു 5-6 വർഷം മുമ്പ് നമ്മുടെ ഷാർജ ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം തുടങ്ങിയത്, എനിക്കൊപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന പല എഴുത്തുകാരും ഇസ്താംബൂളിൽ നിന്ന് ജയിലിലാണ് ഇരിക്കുന്നത്, ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഫിക്ഷനാണ് എഴുതുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഫിക്ഷൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. അധികാരം, ഫാസിസം ഒക്കെ എല്ലാം ചവിട്ടി മെതിച്ച് മുന്നേറുമ്പോൾ ഫിക്ഷൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നും കൂടി. ഫിക്ഷൻ്റെ സാധ്യത പച്ചക്ക് പലപ്പോഴും പറയാൻ കഴിയില്ലല്ലോ. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ എങ്ങനെയാണ് മറ്റേ അടിയന്തരാവസ്ഥക്കാലത്ത് വിജയനൊക്കെ ഉപയോഗിച്ച് ധർമ്മപുരാണത്തിലൊക്കെ ഉപയോഗിച്ച ഒരു തന്ത്രം ഉണ്ടല്ലോ, അതിനെ ഒന്നും മറച്ച്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നോൺ ഫിക്ഷൻ എഴുതുന്നവരെക്കാൾ എപ്പോഴും അപകടം നേരിട്ടിട്ടുള്ളതും സെൻസറിങ് നേരിട്ടിട്ടുള്ളതും ഫിക്ഷൻ എഴുതുമ്പോഴാണ്. ഫിക്ഷനെ ആളുകൾക്ക്, പ്രത്യേകിച്ച് അധികാരം കൈയാളുന്നവർക്ക് വലിയ ഭയമാണ്. കാരണം കഥ അപകടകാരിയാണ്. നിങ്ങളോടൊരു വലിയ പ്രഭാഷണം നടത്തിയാൽ അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. പക്ഷേ അതൊരു കഥയായി പറയുമ്പോൾ ആ കഥ മനസ്സിൽ തങ്ങി നിൽക്കുക. ഒരു കഥാപാത്രത്തിലൂടെ പറയുമ്പോൾ, നമുക്കൊപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളിലൂടെ അത് പറയുമ്പോൾ അത് കൂടുതൽ അപകടകരമാകും എന്നുള്ളത് കൊണ്ട്, അത് കൂടുതൽ സ്മരണീയമാകും എന്നുള്ളത് കൊണ്ട് അത് ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. താങ്ക് യു. ഹലോ മീര ചേച്ചി, എൻ്റെ ചോദ്യം എനിക്കങ്ങനെ, ഞാൻ 80കളുടെ ഈ പറഞ്ഞ പോലെ 80കളിൽ ജനിക്കുകയും തുടർന്ന് ഇങ്ങോട്ട് പലപ്പോഴും കെ.ആർ. മീരയുടെ കഥകളിലെ സ്ത്രീകൾ അനുഭവിച്ച ജീവിതത്തിനെ സ്വയം നേരിട്ട് ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, 40കളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ കഥകളിൽ തുടങ്ങി നോവൽ, ഈ ഒരൊറ്റ ഖബറടക്കം അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്ന ഘാതകനടക്കമുള്ള നോവലുകളിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്കും ഞാൻ പലപ്പോഴും അതിലെ സ്ത്രീകളെക്കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പോയ ചില ജീവിതങ്ങളെ നമ്മൾ ഫിക്ഷനിൽ നിന്ന് കണ്ടെത്തുകയും അവരാണെന്ന് ചില സമയങ്ങളിൽ നടിച്ചുകൊണ്ട് ജീവിക്കുകയും അവരനുഭവിക്കുന്ന സംഘർഷങ്ങൾ നമ്മളുടെയും കൂടി സംഘർഷങ്ങളാണെന്ന് അതിനെ നേരിടുമ്പോൾ എവിടെയോ നമ്മളില്ലേ സിനിമകളിലൊക്കെ സുരേഷ് ഗോപി പോലീസ് ഓഫീസർ ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് പലപ്പോഴും ഫിക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്രിയാർക്കിയിലെ പുരുഷൻ നിർമ്മിച്ചു വെച്ച ഒരു സ്ത്രീയും അതല്ലാത്ത ഒരു സ്ത്രീയും, ഈ രണ്ട് ബിംബങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലാത്ത ഒരു സ്ത്രീ ജീവിക്കേണ്ട ജീവിതത്തിനെ കുറിച്ച് അവരുപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ച് പറഞ്ഞപ്പം പാട്രിയാർക്കിയുടെ തന്നെ ചില ടൂളുകൾ ഉപയോഗിച്ച് നമ്മളതിനെ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് പറയുമ്പം പലപ്പോഴും ആ ടൂള് നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പോലെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് പാട്രിയാർക്കി നമ്മളെ പഠിപ്പിച്ചെടുത്തത്? അത് പാട്ടുകളിലൂടെ, കഥകളിലൂടെ, നാടകങ്ങളിലെ ഡയലോഗുകളിലൂടെ, സിനിമയിലെ ഡയലോഗുകളിലൂടെ അല്ലേ? അതൊരു വലിയ ആയുധമാണ്. ആ ആയുധമേ നമുക്ക് തിരിച്ചു പ്രയോഗിക്കാനുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നമ്മുടെ ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ, ഇപ്പം പല ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പം എനിക്ക് തോന്നുന്നു വേറൊരു തരത്തിൽ ആ പാട്രിയാർക്കിയുടെ ചില ഹിംസാത്മകമായ ചില പ്രതികരണങ്ങൾ കഥാപാത്രങ്ങളിൽ വരുന്നുണ്ട്. അത് കഥാപാത്രത്തിൻ്റെ ആ സിറ്റുവേഷനും അനുയോജ്യമായതാണ്. പക്ഷെ മറിച്ച് അതൊന്നും വ്യത്യസ്തമായിട്ട് നിൽക്കാവുന്ന ഒരു മോഡലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതിയും കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അല്ല, ഞാൻ പറയട്ടെ, ഞാനിത് എന്താണ്, ഇങ്ങനെ ഒരു വളരെ കുറ്റമറ്റ ഒരു ജീവിതം എന്താണ് എന്നുള്ളത്
ഒരു വ്യവസ്ഥ എന്താണ് എന്നുള്ളതല്ല ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത്. ആ കുറ്റമറ്റ ഒരു വ്യവസ്ഥ കണ്ടുപിടിക്കാൻ നിങ്ങൾ നിർബന്ധിതരാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ചേർന്ന ഒരു ജീവിതമായിരിക്കത്തില്ല സോണിയയ്ക്ക് ചേരുന്നത്, സോണിയയ്ക്ക് ചേരുന്നതായിരിക്കില്ല ചിലപ്പോൾ സിനിക്ക് ചേരുന്നത്. അപ്പോൾ ഇത് അവരവരുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് അവരവരുടെ ജോലിയാണ്. അല്ലാതെ മറ്റുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്നൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി തന്നിട്ട് അതിലകത്ത് ജീവിക്കാമെന്നുള്ള ധാരണ തെറ്റിദ്ധാരണയാണ്. ഓരോ ആളും വ്യത്യസ്തരാണ്, വ്യത്യസ്ത വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ആളിൻ്റെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും, ആ ആളിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യസ്തമായിരിക്കും. ആ ആളിന് ചേരുന്ന ഏറ്റവും സന്തോഷകരമായ ജീവിതം എന്താണെന്ന് ആ ആൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ ലോകത്ത് ഒരു എഴുത്തുകാർക്കും അത് സാധിക്കില്ല പറഞ്ഞു തരാൻ. എനിക്കറിയാമെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു തരികയില്ല. കാരണം അതൊരു വിധത്തിൽ ഞാൻ അങ്ങനെ ഒരു സൊല്യൂഷൻ അല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളെല്ലാം ഇതിലെല്ലാം എൻ്റെ ആത്മാംശങ്ങളുണ്ട്. എൻ്റെ ധാരണകളും തെറ്റിദ്ധാരണകളും ഞാൻ യാത്ര തുടങ്ങിയ സമയം മുതലുള്ള എൻ്റെ മണ്ടത്തരങ്ങളും എൻ്റെ അന്വേഷണങ്ങളും എൻ്റെ നിരന്തരമായ നിതാന്തമായ സന്ദേഹങ്ങളും ഒക്കെയാണ് ഇതിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് ഓരോ ഘട്ടത്തിലും ഞാൻ ജീവിതം കാണുന്നത് അതെങ്ങനെ മാറി എന്നുള്ളതാണ് അടുത്ത പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് എൻ്റെ ഒരു ട്രാവലോഗാണ്, എൻ്റെ ആത്മാവിൻ്റെ ഒരു ട്രാവലോഗാണ്, യാത്രാ വിവരണമാണ് എൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം, എൻ്റെ കഥകളെല്ലാം. ആ കഥയിൽ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ തിരുത്തി എഴുതാൻ ആഗ്രഹിക്കുന്നോ അതും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. കഥയിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് എൻ്റെ നിലവിലുള്ള ജീവിതത്തിൻ്റെ അഴിച്ചു പണിയലായിരുന്നു പല കഥകളുടെയും ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഇതിന് ഒരു ടെംപ്ലേറ്റ് കണ്ടുപിടിച്ച് തരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആ ടെംപ്ലേറ്റ് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ നിർബന്ധിതരാകുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ എനിക്ക് അത്തരം ഒരു നിർബന്ധിതമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഏതൊക്കെയോ തരത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എഴുത്തുകൾ എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ. ഒരിക്കലും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, സന്തോഷം പോലെയാണ്. എത്ര കിട്ടിയാലും കുറച്ചുകൂടെ വേണം തോന്നും, അല്ലേ? ഇനിയും കുറച്ചുകൂടി എന്ന് തോന്നും. അതാണ് അതിൻ്റെ പ്രചോദനം. നമ്മളെല്ലാവരും മുന്നിൽ അധികാരം അങ്ങനെ തന്നെയാണ്. ഇത്ര അധികാരം കിട്ടുമ്പോൾ കുറച്ചുകൂടി വേണം തോന്നും. രണ്ടടിമകളുണ്ടാകുമ്പോൾ ഒരാളും കൂടെ വേണം തോന്നും. അത് സ്വാഭാവികം. എൻ്റെ പേര് മുഫസീന എന്നാണ്. എന്താണ്? മുഫസീന എന്ന പേര് ഒന്ന് എഴുത്തുകാരിയെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പറ്റം സ്ത്രീകളുടെ കഥയാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻ്റെ ഇത് തന്നെ ഹാങ് വുമൺ കണ്ടിട്ട് തോന്നുന്നില്ല, ഹാങ് വുമൺ ആൻഡ് ബിയോണ്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കെ.ആർ. മീരയുടെ എഴുത്തുകളിലൊക്കെയും സ്ത്രീമുഖങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് പ്രവചനാതീതമായ സ്ത്രീകളുടെ കഥയാണ് ഞാൻ എഴുതേണ്ടത് എന്നതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പായിരുന്നോ അതോ ജൈവികമായ എഴുത്തിൻ്റെ പ്രക്രിയയിൽ സ്ത്രീ ജീവിതങ്ങൾ കടന്നു വന്നതാണോ എന്നിലെ വായനക്കാരിലെ കൗതുകത്തിൻ്റെ കുറച്ച് അതിൽ നമുക്കൊരു ചോയ്സ് വളരെ കുറവായിരുന്നു. കാരണം പ്രകാശൻ്റെ ജീവിതം എഴുതുമ്പോൾ ആ കഥ പ്രകാശൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എഴുതാൻ നേത്രോന്മീലനം എന്ന പുസ്തകം എഴുതുമ്പോൾ ആ കഥ പ്രകാശൻ്റെ കാഴ്ചപ്പാടിൽ എഴുതേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. പക്ഷെ അത് എഴുതുമ്പോൾ എനിക്ക് പ്രയാസം തോന്നിയത് ഈ പുരുഷൻ്റെ മനസ്സ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാൾ എന്തൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എനിക്ക് പുരുഷനെ അറിയാവുന്നത് ഈ എന്താണ് ആനയെ കാണുന്ന പോലെ, നമ്മൾ മറ്റേ കാഴ്ചയില്ലാത്തവർ പരിമിതിയുള്ളവർ ആനയെ കാണുന്ന പോലെയുള്ളൊരു സംഗതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും എന്താണെന്ന് നമുക്ക് ഒരു പുരുഷൻ എപ്പോഴും ആ ആളിനോട് ഇടപെടുന്ന ആൾ ഈ ഇദ്ദേഹത്തെപ്പറ്റി എന്ത് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രമാത്രമേ വെളിപ്പെടുത്താറുള്ളൂ, അതിലപ്പുറം അറിയില്ല. ഒരാളിൻ്റെ മുഴുവൻ മാനസിക വ്യാപാരങ്ങളും നമുക്കറിയാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു സ്ത്രീയുടെ യാത്രാപഥം കൂടുതൽ വ്യക്തമായി ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടും സ്ത്രീയെക്കുറിച്ചാണ് കൂടുതൽ എഴുതേണ്ടതുള്ളതുകൊണ്ടും എല്ലാ കഥകളിലും സ്ത്രീയാണ്
കഥയുടെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ളത് കൊണ്ടും ഞാനൊരു ബോധപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അതായിരുന്നു എനിക്ക് ഏറ്റവും യോജിച്ച തെരഞ്ഞെടുപ്പെന്നും പറയാം. അതെ, ബോധപൂർവമായിരുന്നു. ബോധപൂർവം എന്ന് ഞാൻ പറയുന്നത് ഇതാണ്. ഞാൻ മുഹസീനെ അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താണ്? ബിജു. ബിജു പിജു. അപ്പം പിജുവിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മുഹസീനെ കുറിച്ച് എഴുതണോ, മുഹസീനെയായിട്ട് ലോകത്തെ കാണണോ എന്നുള്ളൊരു ചോയ്സാണ് അതിനകത്തുള്ളത്. അതല്ല, അതായത് സ്ത്രീകളെ പറ്റി എഴുതുന്നത് എന്തിനെന്നുള്ള അർത്ഥശൂന്യമായ ചോദ്യമല്ല ഉദ്ദേശിച്ചത്. അതായത് ഇത് തെരഞ്ഞെടുത്തുകൊണ്ട് ബോധപൂർവമായിട്ട് തന്നെയല്ലേ എഴുതിയത് എന്നതാണ്. അതായത് ജൈവികമായി നമ്മൾ എഴുതി വന്നപ്പോൾ എൻ്റെ കഥകളൊക്കെ സ്ത്രീകളിലേക്ക് മാറി എന്നതിനപ്പുറം ബോധപൂർവമായി ഞാൻ ഇതാണ് എഴുതുന്നത് എന്ന, അതാണ് ഞാൻ പറഞ്ഞത്. നേത്രോന്മീലനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എഴുതാൻ പറ്റുന്നത് ജൈവികമായി വരുന്നത് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലുള്ള കഥയാണെന്ന്. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? എന്തായിരുന്നു മുഹസീന കേൾക്കാൻ ആഗ്രഹിച്ചത്? സത്യം ഇതാണ്, ഒരു കഥ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതല്ല നമുക്ക് എളുപ്പം. നമ്മൾ ചില എഴുത്തുകാരുടെ ഇതിനെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ അവർ പറയാം ജൈവികമായിട്ടുണ്ടായതാണ് എഴുത്ത്. ചില എഴുത്തുകാർ നമ്മൾ അവരുടെ ആത്മാംശമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജൈവികമായ എഴുത്തിൻ്റെ പ്രക്രിയയിൽ ഞാൻ പങ്കുചേർന്നു എന്നുള്ളത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം എഴുത്തുകൾ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്ന എഴുത്തുകാർ ഇത്തരം ജൈവികമായ എഴുത്തിനപ്പുറത്തേക്ക് ഒരു ബോധപൂർവമായ കടന്നുവരവ് നമുക്ക് ആവശ്യമായിരുന്നു. അത് നമ്മുടെ അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന സാമൂഹിക ഇതിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ ആഗ്രഹിച്ച ഉത്തരവും ബോധപൂർവമായ കടന്നുവരവ്. അത് അല്ല, ഇതാണ് അത് സംഭവം. ആ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞാനായിട്ട് എഴുതുന്നതാണ് എനിക്ക് എളുപ്പം. മറ്റേ പുരുഷന്മാരാരും അവരുടെ ജീവിതമൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ. ഇവരെല്ലാം രഹസ്യമല്ലേ. ഇത് ഹിപ്നോട്ടൈസ് ചെയ്താൽ പോലും മുഴുവൻ വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ എഴുതും? എനിക്ക് എപ്പോഴും ഒരു പുരുഷൻ്റെ ലോകത്തോട് വലിയ അസൂയയുണ്ടായിരുന്നു. അവരെന്ത് ജീവിതം കാണുന്നു, എത്ര മനുഷ്യരെ കാണുന്നു, എന്തെല്ലാം തരം മനുഷ്യരോട് ഇടപെടുന്നു, എത്ര കഥകളാണ് അവർക്ക് ചുറ്റും, കഥാപാത്രങ്ങളാണ് അവർക്ക് ചുറ്റും. അതൊന്നും കാണാനോ അവരോടൊന്നും ഇടപെടാനോ ഒരു ശരാശരി സ്ത്രീക്ക് അനുവാദമില്ല, അവകാശമില്ല, അവസരമില്ല. അവളുടെ ഈ സോഷ്യലായിട്ടുള്ള നിയന്ത്രണങ്ങൾ, സാമൂഹികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവളുടെ ക്രിയേറ്റിവിറ്റിയെയും അവളുടെ സർഗാത്മകതയെയും അവളുടെ അവസരങ്ങളെയും എത്രമേൽ പരിമിതപ്പെടുത്തുന്നു. ഇതൊക്കെ ആലോചിച്ചെനിക്ക് പുരുഷന്മാരോട് ഭയങ്കര അസൂയയാണ് എല്ലാ കാലത്തും. ഇവരവരുടെ ആ ലോകത്തിൻ്റെ ഒരു പങ്ക്, ഒരു തുണ്ടെങ്കിലും നമുക്ക് തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ച ശേഷം നമുക്ക് ഞാൻ ഇന്ദുലേഖ, എനിക്ക് മേഡത്തോട് ചോദിക്കാനുള്ളത്, മേഡം ഒരു മാധ്യമ പ്രവർത്തകയായതിനു ശേഷം ഒരു എഴുത്തുകാരിയായ ആളാണ്. സമൂഹത്തിന്റെ അല്ല, സത്യത്തിൽ ഞാൻ എഴുത്തുകാരി ആയിരുന്നു പണ്ട്. പക്ഷെ മാധ്യമപ്രവർത്തക പിന്നീട് എഴുത്തുകാരി ആയതുകൊണ്ട് മാത്രം മാധ്യമപ്രവർത്തകയിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുത്തുകാരിയായ മേഡത്തോടാ ചോദിക്കുന്നത്, സമൂഹത്തിൻ്റെ പ്രശ്നത്തിന് ഏത് രീതിയിലാണ് മേഡം നോക്കിക്കാണുക? രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണോ അല്ല സ്വതന്ത്രമായ രീതിയിലാണോ ഒരു എഴുത്തുകാർ നോക്കിക്കാണേണ്ടത്? സ്വാതന്ത്ര്യം എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടൊരു സ്വാതന്ത്ര്യം നമുക്കില്ല. എല്ലാം രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിക്കുന്നത് എന്തും, നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ തീരുമാനങ്ങളെല്ലാം, നമ്മുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം, വ്യക്തിപരമാകട്ടെ സാമൂഹികമാകട്ടെ സാംസ്കാരികമാകട്ടെ, എല്ലാത്തിനും ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്. ഇപ്പോൾ കലാച്ചിയിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് തന്നെ അതാണ്. ഓരോ കഥയിലും ഒരു സന്ദേശമുണ്ട്, ഒരു പൊളിറ്റിക്കൽ സീക്രട്ട്. ആ പൊളിറ്റിക്കൽ സീക്രട്ട് എന്താണ് എന്ന് മനസ്സിലാകുന്നിടത്താണ് അതാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതോ നിഷ്പക്ഷത എന്ന് പറയുന്നതോ ഒന്നും ഇല്ല ശരിക്കും. നിങ്ങൾ എവിടെയാണ്, ഏത് പക്ഷത്താണ് എന്നുള്ളത് വളരെ, അതായത് ഒരു മൂവിങ് ട്രെയിനിൽ വൺ കനോട്ട് ബി നിഷ്പക്ഷ ഓർ നിഷ്പക്ഷൻ. അതാണ് എൻ്റെ പ്രശ്നം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടിയിൽ ഒരു രക്ഷയുമില്ല. നമുക്ക് പക്ഷം ചേർന്നേ പറ്റൂ. എവിടെയാണോ പക്ഷം ചേരേണ്ടത്, എവിടെയാണോ ബലം കൂട്ടേണ്ടത്, അവിടേക്ക് ചേർന്നേ പറ്റൂ. അപ്പോൾ ഒരിക്കലും ഒരു എഴുത്തുകാർക്ക് സ്വതന്ത്രമായിട്ട് സമൂഹത്തിലെ പ്രശ്നത്തിനെ നേരിടാൻ പറ്റൂല.
സമൂഹത്തിലെ അത് എന്താ എനിക്കത് മനസ്സിലായില്ല, ഏത് പ്രശ്നത്തെയാണ് സ്വതന്ത്രമായി നേരിടേണ്ടതെന്ന് അല്ല തോന്നുന്നു. എന്തെങ്കിലും ഒരു ഇപ്പം ഭരിക്കുന്നത് ഒരു ഗവൺമെൻറ്, അതിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സ്ത്രീകൾ ഏതെങ്കിലും ഇതിൽ വരുവാണെങ്കിൽ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ നമുക്ക് ആ പ്രശ്നത്തിന് നേരിട്ടുകൂടി, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നമ്മൾ എഴുത്തിലൂടെ നേടുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, സോഷ്യൽ ഇഷ്യൂസാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഒരു സോഷ്യൽ പ്രശ്നം. അതെ, സോഷ്യൽ ഇഷ്യൂസിൽ സത്യത്തിൽ നമ്മൾ ഇടപെടാറുണ്ടല്ലോ. അല്ല, എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കി മാഡത്തിന് ഒരു പ്രവൃത്തി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ? ആശാ വർക്കർ രാപ്പകൽ സമരം നടത്തിയപ്പോൾ മാഡം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടാണെങ്കിൽ മാഡം ക്ഷമിക്കണം. അത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ്. മാഡത്തിന് ഒരു അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം, വളരെ നന്ദി ഈ ഒരു സെഷന് ഇവിടെ